നമസ്കാരം. 1201 ധനുമാസം 17 വ്യാഴാഴ്ചയാണ് 2026 ജനുവരി 1 വരുന്നത്. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2026 ജൂൺ 2 മുതൽ ഇവർക്ക് വ്യാഴം 4-ലാണ് സഞ്ചരിക്കുന്നത്. ശനി ഇവർക്ക് 12-ലാണ്, 7 ശനിയുടെ കാലഘട്ടം തന്നെയാണ്. രാഹു നിങ്ങൾക്ക് 11-ലും കേതു 5-ലും ആകയാൽ പുതിയതായിട്ട് വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ആരംഭം കുറിക്കുകയും അതുമൂലം ധാരാളം ധനനഷ്ടങ്ങളൊക്കെ വന്നുപെടാം. എങ്കിലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അവസരം ലഭിക്കുകയും ആരോഗ്യപരമായിട്ട് പല അരിഷ്ടതകളും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ സന്താനങ്ങൾക്കുമൊക്കെ പല അരിഷ്ടതയും വന്നു ചേരാം. തീർത്ഥയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഇതുവരെയായിട്ട് വല്ല ക്ഷേത്രങ്ങളിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, തീർത്ഥയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. പല വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇതിനു മുമ്പ് 2024, 25 വർഷങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് വസ്തുവോ വീടോ വാഹനമോ ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മറ്റും സഹായങ്ങളൊക്കെ തേടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരികളിൽ നിന്ന് അംഗീകാരം ഉണ്ടാകുന്നതാണ്. ഉദരരോഗം അതുപോലെ തന്നെ നേത്രരോഗങ്ങളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. പൈതൃക സ്വത്ത് ലഭിക്കാനും അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം, പൈതൃക സ്വത്തുക്കൾ വിൽക്കുകയോ മറ്റു കാര്യത്തിലുള്ള അതിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭമൊക്കെ വന്നു ചേരുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ, അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. ഏതാണ്ട് 28-30 വയസ്സൊക്കെ ആയിട്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് ഗോചരവശാൽ നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വരുമാനം വർദ്ധിക്കും തോറും ചിലവുകൾ അധികരിക്കുന്നതിനാൽ വർഷ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക വ്യയം ധാരാളം വന്നു ചേരാം. അതുകൊണ്ട് ധന ദുർവ്യയം നിങ്ങളൊന്ന് നിയന്ത്രിക്കുന്നതും അതിൽ ജാഗ്രത പാലിക്കുന്നതും നന്നായിരിക്കും. അധികാരികളുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾക്കോ മറ്റോ വഴിവെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥാനഭ്രംശം വരാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ പെട്ടെന്ന് ഇടിപിടിയുന്ന ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെയ്യുന്ന ജോലിയിൽ മേലധികാരികളിൽ നിന്ന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ജോലി ഉപേക്ഷിച്ച് വേറെ നല്ലത് കിട്ടുമെന്ന് വിചാരിച്ച്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ അത് ഉപേക്ഷിച്ച് വേറെ ഒന്നിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഉള്ള ജോലി പോവുകയും ചെയ്യും, പുതിയത് പെട്ടെന്ന് കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്ഥാനഭ്രംശം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന തൊഴിലിൽ പിടിച്ചു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. വിദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ച് തൊഴിൽ തടസ്സങ്ങളൊക്കെ ധാരാളമായിട്ടുള്ളതാണ്. ഗുണഫലങ്ങൾക്കായിട്ട് നിങ്ങൾ കൂടുതൽ ഈ ഒരു വർഷം, ഈ 12 മാസക്കാലം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് നിങ്ങളുടെ പരദേവത, കുലദേവത ഏതാണെന്ന് കണ്ടെത്തി അതിന് പിടിപ്പണം, എണ്ണവിളക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ നിത്യപൂജയുള്ള കുലദേവതയൊക്കെ ആണെങ്കിൽ അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്യാൻ നോക്കാം. നാഗദേവതകൾക്ക് നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ നാഗക്ഷേത്രങ്ങളിൽ നാഗങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. അത് മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങിച്ച് നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നത് നന്നായിരിക്കും. ഇനി കുലദേവതയെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പിടിപ്പണം, ഒരു പിടിപ്പണം എടുത്തിട്ട് മഞ്ഞപ്പൊട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂർ നടയ്ക്കൽ, ഗുരുവായൂരപ്പൻ്റെ നടയ്ക്കൽ സമർപ്പിക്കുന്നതും, അതുപോലെ തന്നെ വെള്ളി മീൻ അല്ലെങ്കിൽ വെള്ളി ആന ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിന് ഏറ്റവും ഉത്തമമാണ്. തീർച്ചയായിട്ടും 3 ഉരു ഭാഗ്യസൂക്തം 3 ഉരു നിത്യവും ജപിക്കുന്നത്, അതായത് കാലഹോരയിൽ എല്ലാ ദിവസവും കാലഹോരയിൽ 3 ഉരു നിങ്ങൾ ഭാഗ്യസൂക്തം ജപിക്കുക. അത് കൃഷ്ണൻ്റെ ചെറിയ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് അതിന് മുൻപിൽ ഇരുന്നോ അല്ലെങ്കിൽ രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് 3 ഉരു ഭാഗ്യസൂക്തം പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. ഭരണി നക്ഷത്രം 2026 ജാനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ മേടം രാശിയിൽപ്പെട്ട ഭരണി നക്ഷത്രം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവർക്ക് വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ് ജൂൺ 2 മുതൽ 4-ലാണ് ഗോചരം ചെയ്യുന്നത്. വ്യാഴം 4-ൽ ഗോചരം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ശനി ഇവർക്ക് 12-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. രാഹു ആണെങ്കിൽ 11-ലാണ്, കേതു ആണെങ്കിൽ 5-ലാണ് സഞ്ചരിക്കുന്നത്. ഈ ഗോചരങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ഒരു രീതിയിൽ കാര്യവിജയം, വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഓരോ വ്യക്തികളും അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്
ധാരാളം പ്രയത്നിക്കേണ്ടതായിട്ട് വരാം. കാരണം ശനിയുടെ ഗോചരം നിങ്ങൾക്ക് 25 കഴിഞ്ഞ് 26ലേക്ക് കടക്കുമ്പോൾ മധ്യത്തോടു കൂടി കുറേയേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. വർഷത്തിൻ്റെ പകുതിയിൽ നിങ്ങൾക്ക് പല കാര്യത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാമെങ്കിലും ചെലവുകളും ധനനഷ്ടങ്ങളും ഒക്കെ അതുപോലെ തന്നെ വന്നു ഭവിക്കുന്നതിനാൽ നല്ലതുപോലെ ഈശ്വരാധീനമൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം 12ലെ ശനി വ്യാഴത്തിൻ്റെ ഗുണം കിട്ടുകയാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ആ ഗുണത്തോടൊപ്പം തന്നെ ശനിയുടെ 12ലെ ഗോചരം നമുക്ക് ചില ദോഷഫലങ്ങളൊക്കെ വരുത്തി വയ്ക്കാം. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജകളും പ്രാർത്ഥനകളും കഴിയുന്നത്ര സ്വാത്വികമായിട്ടുള്ള ഏതെങ്കിലും രീതികളൊക്കെ അവലംബിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തലത്തിൽ നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു തലത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റവും നിങ്ങളുടെ സംസാരവും കൊണ്ടുമൊക്കെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 എന്ന് പറയുന്നത്. കൂടുതലും നിങ്ങളുടെ മാനസികമായിട്ടുള്ള തീരുമാനങ്ങളും മാനസികമായിട്ടുള്ള ആ ഒരു ചിന്തകളും ഒക്കെ കൂടുതലായിട്ട് പോസിറ്റീവ് ചിന്തകളും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ പ്രകൃതി നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവരുന്നൊരു വർഷമാണ് 2026. പ്രത്യേക തലത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ധനാഗമവും ഒക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ശനിയുടെ ഈ 12ലെ ഗോചരം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങളിലും പുതിയ തലത്തിലുമൊക്കെ നിങ്ങൾ പണം ധാരാളം വാരിക്കോരി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അത് പിന്നീട് വലിയൊരു കടത്തിലേക്ക്, ഒരു ധന ദുർവ്യയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. ചില പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും സുഹൃത്ത് ബന്ധങ്ങളും മറ്റ് സഹായങ്ങളും ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ ഉപദേശമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ 2026 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുവജനങ്ങളുടെ വിവാഹങ്ങളൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹാലോചനകളൊക്കെ വന്നു ചേരുന്നതാണ്. പ്രണയബദ്ധരായിട്ടുള്ള ആളുകൾക്ക്, പ്രണയത്തിലൊക്കെ പെട്ടിട്ട് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് കുടുംബ അംഗങ്ങളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ നീരസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. കാരണം നിങ്ങളുടെ ആ പ്രണയബന്ധത്തെയൊക്കെ മറ്റുള്ളവർ എതിർക്കുന്നതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിനായിട്ട്, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിനോ അത് നടപ്പിലാക്കുന്നതിനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ആയിട്ട് ധാരാളമായിട്ട് നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ പരിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവസാനം വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് വർഷാവസാനം സാധിക്കുന്നതാണ്. അലസതയും മടിയും മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് അലസതയൊക്കെ ഇല്ലാതെ മുന്നോട്ട് വളരെ കഠിന പ്രയത്നമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വിജയവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. ഈ ഒരു വർഷം നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം മുക്തി നേടാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ്. കൂടുതൽ ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് വരികയും ആ ഇമോഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോവാം. വളരെ ജാഗ്രതയോടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, എള്ളുപായസം, അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് പ്രീതി കിട്ടുന്നതിനായിട്ട് ഗുരുജനങ്ങളുടെ അനുഗ്രഹാശിസ്സുകളൊക്കെ ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ പിതൃമോക്ഷത്തിനായിട്ട് പിതൃബലി, ഇതുപോലെ തന്നെ അമാവാസി തോറും പിതൃബലി ഇടുന്നതും ഒക്കെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന പോലെ തന്നെ വ്യാഴം 4ലും അതുപോലെ തന്നെ ശനി 12ലും ഗോചരം ചെയ്യുകയാണ്. മേടം രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി ഗോചരം ചെയ്യുന്ന 12ലാണ്, വ്യാഴം 4ലാണ്. ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിലും 2025 കാർത്തിക നക്ഷത്രക്കാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ, വാഹനാപകടങ്ങൾ, അതുപോലെ തന്നെയുള്ള പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു വർഷമാണ് എന്ന് ചിന്തിച്ച 2025 ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു വർഷമാണ്. തീർച്ചയായിട്ടും ഈശ്വരാധീനവും ദൈവാധീനവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ കണ്ണുമക്കളും പിരികത്ത് കൊണ്ടുപോകുന്ന അവസരത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചവരുണ്ട്. എങ്കിലും ധാരാളം അവസരങ്ങൾ ഈ 2026 നിങ്ങൾക്ക് മുന്നോട്ട് വന്നു ചേരുന്നുണ്ട്. ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ശനിയുടെ 12ലെ ഗോചരം ഒന്ന് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചില ഭാഗ്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് ചിലപ്പോൾ നഷ്ടമായേക്കാം. ചിലവുകൾ ധാരാളമായി വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക വ്യയം, കടം, സാമ്പത്തിക ബാധ്യത ധാരാളമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025. അതുകൊണ്ട് തന്നെ 2026 ആ കടങ്ങൾ തീർക്കാനായിട്ട് നിങ്ങൾ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. വിദേശത്ത് പോകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരത്തിൽ പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. 2025 നിങ്ങൾ പണമൊക്കെ കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുകയും ഏജൻസികളിൽ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രണയകർത്താക്കളായിട്ടുള്ള
ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാം. എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് ചിലപ്പോൾ ചിലർ വിവാഹത്തിനൊക്കെ തീരുമാനം എടുക്കും. പക്ഷെ അത് ഭാവിയിൽ നിങ്ങൾക്കിപ്പോൾ ദോഷം ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളുടെ സമയം ശനി നിങ്ങൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ പ്രണയകർത്താക്കൾ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ബിസിനസ്സിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കർമ്മരംഗത്ത് പുതിയ ഉണർവ് ഉണ്ടാവുകയും അതുമൂലം നിങ്ങൾക്ക് ധനലാഭവും വന്നു ചേരുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളും വ്യവസായശാലകളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് തൊഴിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവിനായിട്ടുള്ള പ്രശ്നങ്ങളും ചില്ലറ തർക്കങ്ങളും പരിഹാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. അടക്കും ചിട്ടയുമായിട്ട് ഒരു ജീവിതത്തിൽ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്തെ പ്രോജക്റ്റുകളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ അതിൽ നിന്ന് ലാഭം കിട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരാം. 2026 വർഷ അവസാനത്തോടു കൂടി നിങ്ങളുടെ ലാഭങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് വന്നു തുടങ്ങുന്നതാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ജോലികൾ അവരെ ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം ജോലികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് നന്നായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ലാഭത്തിനായിട്ട്. നിങ്ങളുടെ കർമ്മരംഗത്തുള്ള ഉത്തരവാദിത്തങ്ങൾ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കരുത്. കൂടുതൽ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ അനുഭവയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ശനീശ്വര പ്രാർത്ഥനകൾ ചെയ്യുക. ഹനുമാന് എല്ലാ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ നിങ്ങൾ പോയിട്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ വെറ്റിലമാല, കുങ്കുമാർച്ചന ഇതൊക്കെ നടത്തുന്നതും അതുപോലെ ഹനുമാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യുന്നതും നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും ഇപ്പോഴുടെ രാഹുവിൻ്റെ ഗോചരം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗുണാധിക്യങ്ങൾക്കായിട്ട് അതുപോലെ ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ച് ഒരു വ്രതം ഉപവാസം എടുക്കുന്നത് വളരെ നന്നായിരിക്കും, ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള 12 മാസക്കാലത്തെ സമ്മിശ്ര ഫലങ്ങളാണ്. 2025 തീരാൻ 3-4 മാസമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും 2025 കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം. സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്ക് രോഹിണി നക്ഷത്രക്കാർക്ക്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദോഷങ്ങൾ മാറി ഗുണങ്ങളിലേക്ക് എത്തിപ്പെട്ട് എങ്കിലും ഒരു വരുമാനം ഇല്ലാതിരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് 2025 മധ്യത്തോടു കൂടി ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുകയും ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ആദായമൊക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് 2026 നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. 2026 ജൂൺ 2 മുതൽ വ്യാഴം നിങ്ങൾക്ക് 3-ലാണ് ഗോചരം ചെയ്യുന്നത്. 3-ലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഗുണം കൊണ്ടുതരും എന്ന് മുഴുവനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തമോ അല്ലെങ്കിൽ തുളസിമാലയോ ത്രിമധുരമോ തൃക്കയ്യിൽ വെണ്ണയോ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. വിഷ്ണു സഹസ്രനാമം മാത്രം പാരായണം ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടെന്നല്ല പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഭാഗ്യസൂക്തവും കൂടെ നിങ്ങൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നത്, ശ്രീ സൂക്തം ഭാഗ്യസൂക്തം ഒക്കെ പാരായണം ചെയ്താൽ നമുക്ക് കുറേയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക്. മൊത്തത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വിനയായിട്ട് വരികയും തിരിച്ചടികളൊക്കെ വന്നു ചേരാം. നേരത്തെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ചില മണ്ടത്തരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിനയായിട്ട് തിരിച്ച് വന്നു കയറുന്നൊരു വർഷമാണ് 2026. സ്വത്ത് തർക്കങ്ങൾ അതുപോലെ അർത്ഥനാശം, യാത്രാക്ലേശമൊക്കെ ഉണ്ടാകും. ദൂരയാത്രകളൊക്കെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് ധനനഷ്ടവും യാത്രാക്ലേശവും വന്നു ചേരുന്നുണ്ട്. ദീർഘദൂര യാത്രകളൊക്കെ നിങ്ങൾക്ക് ധാരാളം ചെയ്യേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നൊരു വർഷമാണ് 2026. അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരാം. അതുകൊണ്ട് യാത്രകൾ, അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും വിജയിക്കുവാനും അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വരുന്നൊരു വർഷമാണ്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാമെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് താമസം വന്നേക്കാം. പുതിയ സംരംഭമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്, കുറച്ച് താമസം വന്നേക്കാം. വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്
അത് സാധ്യമാകുന്ന വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. കുടുംബത്തിലെ കലഹ സാധ്യതകൾ പങ്കാളിയുമായിട്ടോ സന്തതികളുമായിട്ടോ ഒക്കെ കലഹ സാധ്യതകളൊക്കെ ഉണ്ടാകാം. കുടുംബത്തിൽ പൊതുവെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു അവസരങ്ങളൊക്കെ വന്നു ചേരാം. സന്താനങ്ങളുടെ പഠനം അതുപോലെ തന്നെ അവരുടെ രോഗാരിഷ്ടതകളൊക്കെ മൂലം ധനവ്യയം വന്നു ചേരുന്നുണ്ട്. ശത്രുക്കളെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങളുടെ ശത്രുശല്യം നല്ലതുപോലെ ഉണ്ടാകാം. സാമ്പത്തിക കാര്യത്തിലൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചേക്കാം. ചിരകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഭവന നിർമ്മാണം അല്ലെങ്കിൽ ഭവനം പുതുക്കി പണിയുക ഇതുമൊക്കെ സാധ്യമാകുന്ന വർഷമാണ്. വാടക വീടാണെങ്കിൽ പോലും നിങ്ങൾക്കത് മാറി വേറൊരു വീട്ടിലേക്ക് താമസയോഗ്യമാകുന്ന രീതിയിലേക്ക് വീട് മാറാനൊക്കെ സാധ്യമാകുന്നതാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനവും അംഗീകാരവും കീർത്തിയൊക്കെ ലഭിക്കുന്ന വർഷമാണ് 2026. കൂടുതൽ ദോഷ ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണ ഫലങ്ങൾ ഉണ്ടാകുന്നതിനുമായിട്ട് ഹനുമാന് വെറ്റിലമാലയോ കുങ്കുമാർച്ചനയോ നടത്തുകയും ശനിയാഴ്ച ദിവസം ശിവങ്കൽ, ധാര, കൂവളമാല, ജലധാര ഇതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഉചിതമായിരിക്കും. മകേരം നക്ഷത്രക്കാർക്ക് 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെ, ഇവർക്ക് 2026 ജൂൺ 2 മുതൽ ശനി 11-ലാണ്, രാഹു 10-ലാണ്, കേതു 4-ലും വ്യാഴം 3-ലും ആകയാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് ഭേദപ്പെട്ട് വരുന്ന ഒരു വർഷമാണ് ഈ മകയിര നക്ഷത്രക്കാർക്ക്. എങ്കിലും ജാതകമോ അല്ലെങ്കിൽ ജനന സമയമോ, ജാതകമോ ഇല്ലാത്തവർ ജനന സമയമോ ഒക്കെ പരിശോധിച്ച് രാശി ചിന്തനമൊക്കെ നടത്തി നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അടുത്ത 6 മാസത്തേക്കുള്ള രാശി ചിന്തനത്തിൽ അടുത്ത 6 മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദോഷഫലങ്ങൾ നിങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരികയും അതിന് പരിഹാരങ്ങൾ എന്നോണം ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ധാരാളം ദീർഘദൂര യാത്രകളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടാനും ഒന്നുകിൽ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ പ്രമോഷനോ ശമ്പള വർധനവോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കുന്നതാണ്. വിദേശത്ത് വ്യാപാരം തുടങ്ങാനോ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. വിദേശത്ത് പോകാൻ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. തൊഴിൽ ലബ്ധി, അതായത് വിദേശത്ത് തന്നെ ജോലി ചെയ്യുന്നവർക്ക് ഒരിടത്തുനിന്ന് മാറി പുതിയൊരിടത്തേക്ക് തൊഴിൽ കിട്ടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സാധ്യമാകുന്നുണ്ട്. ബിസിനസ്സിൽ നിങ്ങൾക്ക് കാര്യപ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ധാരാളം ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. ബിസിനസ് ചെയ്യുന്ന ചെറുകിട ബിസിനസ്സായാലും വൻകിട ബിസിനസ്സായാലും ചെയ്യുന്നവർക്ക് ധാരാളം തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കേണ്ടതായിട്ട് വന്നു ഭവിക്കുന്നുണ്ട്. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വസ്തു നിങ്ങളുടെ ബാങ്കിൽ ലോണിൽ വെച്ചിരിക്കുന്ന വസ്തുവോ അതുപോലെ തന്നെ മറ്റു പല കുടുംബ പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകളും പിതൃസ്ഥാനീയരിൽ നിന്ന് അംഗീകാരവും ഗുരുജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരവും സ്ഥാനമാനവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു വർഷമാണ്. അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ ധനത്തിൻ്റെ കാര്യത്തിൽ ധനവരവും ധനച്ചിലവും, അതായത് വരവും ചെലവും ഒരുപോലെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷാവസാനം വലിയ സാമ്പത്തിക വ്യയം വന്നുപെടാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ധാരാളം സാമ്പത്തിക ബാധ്യത, കടബാധ്യത വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. മൊത്തത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കുറച്ച് സമയമെങ്കിലും ഒരു ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നിങ്ങൾ ഈശ്വര ആരാധനകൾക്കോ പ്രാർത്ഥനകൾക്കോ വേണ്ടി കണ്ടെത്തുകയും നിങ്ങളുടെ ഇഷ്ടദേവതയോ അല്ലെങ്കിൽ പരദേവതയോ ഏതാണെന്ന് കണ്ടെത്തുക, എളുപ്പമുള്ളത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ഒന്നുകിൽ ഇഷ്ടദേവതാ പ്രാർത്ഥന അല്ലെങ്കിൽ ഇഷ്ടദേവത ആരാധന അല്ലെങ്കിൽ പരദേവതകൾക്കാണെങ്കിൽ, ഇപ്പോൾ പരദേവതകളെ അറിയാത്തവരാണ് ഭൂരിപക്ഷ ആളുകളും. അപ്പോൾ പരദേവതയെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇഷ്ടദേവതയെ കണ്ടുപിടിച്ച് 5-ാം ഭാവം 12-ാം ഭാവമൊക്കെ നോക്കി ഇഷ്ടദേവതയെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ആ പ്രാർത്ഥനകൾ സ്ഥിരമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം ഇവർക്ക് 2-ലും ശനി 10-ലും രാഹു 9-ലും കേതു 3-ലും ആണ് ഗോചരം ചെയ്യുന്നത്. ഈ 2026 വർഷം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക്
ക്രമേണ ധാരാളം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നു. കാരണം 2024, 25 ഒക്കെ ഈ 2025 തിരുവാതിര നക്ഷത്രക്കാർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് നിർത്തലാക്കേണ്ടി വരുന്നു, ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരുന്നു, അതുപോലെ തന്നെ കടം വർദ്ധിക്കുന്നു, വിദേശത്തുള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, കടങ്ങൾ നിരന്തരമായിട്ട് വർദ്ധിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഭാഗം എന്നോണം 2026 നിങ്ങൾക്ക് കുറച്ച് ഒരു റിലീഫ് കിട്ടുന്ന ഒരു വർഷമാണ്. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജാതകമോ അന്തർദശാകാലമോ ദശാകാലമോ അല്ലെങ്കിൽ ഗോചരവശാലുള്ള മാറ്റങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു നല്ല ദൈവത്തിനെ കണ്ട് നിങ്ങൾ അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുകയും നിരന്തരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകളോ പ്രാർത്ഥനകളോ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് 2026. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെയൊക്കെ തടസ്സങ്ങൾ വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. കുടുംബത്തിലും കർമ്മസ്ഥലത്തും ഒക്കെ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. താമസിച്ചിരുന്ന വീടൊക്കെ മാറി താമസിക്കേണ്ടതായിട്ട്, വാടക വീടാണെങ്കിൽ പോലും താമസിച്ചിരുന്ന വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അന്യദേശവാസം നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ യോഗം കാണുന്നു. താമസിച്ചിരുന്നിടത്ത് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുക, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറി താമസിക്കാം. കർമ്മസ്ഥലത്ത് നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് കഴിയുന്നുണ്ട്. വീട്ടിൽ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാം. മാതാപിതാക്കളൊക്കെ ആയിട്ട് കലഹങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരാം. തൊഴിൽശാലകളിലാണെങ്കിൽ വാദപ്രതിവാദങ്ങളും കേസ് പ്രശ്നങ്ങളോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിരന്തരമായിട്ട് തലവേദനകൾ 2025 നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ തലവേദനകളൊന്ന് ശമനം വരാനായിട്ട് 2026 സാധ്യമാകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുക, ഊഹക്കച്ചവടം, ക്രയവിക്രയം, ഇതിലൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. ക്രയവിക്രയത്തിലൊക്കെ ഭൂമി കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനികളൊക്കെ നിങ്ങൾ വിൽക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കമ്പനികളൊക്കെ വിൽപ്പനയിലൊക്കെ നിങ്ങൾക്ക് ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. അതുപോലെ നേത്രരോഗം, ഉദരം എന്ന് പറയുമ്പോൾ ഗ്യാസ് ട്രബിളുമായിട്ട് ബന്ധപ്പെട്ട് അർശസ് പോലെയുള്ള രോഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഉദരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. രോഗചികിത്സയ്ക്ക് നിങ്ങൾ നല്ല വിദഗ്ധ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. മാതാവിന് രോഗാരിഷ്ടതകൾ മൂലം ആശുപത്രിവാസവും ഒക്കെ വന്നുപെടാം. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ മംഗളാദി കർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. ഗോചരവശാൽ വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ലോണുകളെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം. ഉദ്യോഗസ്ഥർക്കും അധികാരികളിൽ നിന്ന് പ്രതികൂല നടപടികളൊക്കെ നേരിടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന കർമ്മസ്ഥലത്ത് ധാരാളം തലവേദനകളും ധാരാളം അസ്വസ്ഥതകളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. ലീവ് എടുക്കാൻ പോലും നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നൊരു പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. വിദേശത്ത് വസിക്കുന്ന വർഷങ്ങളായിട്ട് നാട്ടിൽ വരാൻ സാധിക്കാതിരുന്നവർക്ക് വിദേശത്ത് നാട്ടിലൊക്കെ വന്നു പോകാനും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ സന്ദർശിക്കാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ്. വ്യാപാര വ്യവസായ ശാലകളിൽ നഷ്ടം, ധനനഷ്ടം, അർത്ഥനാശമൊക്കെ വന്നു ഭവിക്കുന്നുണ്ട്. പൊതുവെ ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്ത പാരായണം ചെയ്യുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. അതുപോലെ ശിവങ്കല ധാര, പിൻവിളക്ക്, കൂവളമാല അർച്ചന ഇവയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് ഈ 2026 ജൂൺ 2 മുതൽ വ്യാഴം ഇവർക്ക് ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും ഗോചരം ചെയ്യുന്ന കാലമാണ്. ആത്മീയത, സ്പിരിച്വാലിറ്റി ധാരാളമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലമാണ് പുണർദം നക്ഷത്രക്കാർക്ക്. നേരത്തെ സ്പിരിച്വലായിട്ടുണ്ടായിരുന്നവർക്ക് കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ദൈവത്തിനോട് പോലും പരിഭവം ഒക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടാകാം. എങ്കിലും നിങ്ങൾക്ക് ഈ വർഷം പൊതുവിൽ ഒരു സ്പിരിച്വാലിറ്റി കൂടുകയും ആ സ്പിരിച്വൽ ചിന്തകൾ നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് യൂണിവേഴ്സിൽ കൊണ്ടുപോകുന്നതാണ്. അന്യർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യാനായിട്ട്, സ്വന്തമായിട്ട് ഒരു കാര്യവും നടന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിട്ടും അതിനെയൊക്കെ നേരിടാനായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നതാണ്. ധാരാളം അലച്ചിലുകൾ, യാത്രാ ചെലവുകളാണെങ്കിലും അലച്ചിലുകളാണെങ്കിലും വന്ന് ഭവിക്കുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം. നിങ്ങൾക്കോ നിങ്ങളുടെ മറ്റുള്ള ബന്ധുക്കളുടേതായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടൊക്കെ മനോദുഃഖം ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളും വന്നു ചേരുന്നുണ്ട്. സമാധാനത്തോടെയും അതുപോലെ തന്നെ അടക്കവും ചിട്ടയുമായിട്ടും സന്തോഷത്തോടു കൂടിയൊക്കെ നിങ്ങൾ, ദുഃഖങ്ങൾ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക.
അതോടുകൂടി നിങ്ങളുടെ പ്രവൃത്തികൾ കുറച്ചുകൂടെ ഒന്ന് ഏകീകരിക്കുകയാണെങ്കിൽ, അടക്കം ചിട്ടയായിട്ട് ഏകീകരിക്കുകയാണെങ്കിൽ പല പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. മധ്യപ്രായം കഴിഞ്ഞവർ 40 വയസ്സ് 45 വയസ്സൊക്കെ ആയിട്ടുള്ളവർക്ക് വിദഗ്ധ ചികിത്സ തേടുന്നത് നന്നായിരിക്കും. കാരണം ഷുഗർ പോലെയുള്ള അസുഖങ്ങളുള്ളവരും ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് വിദഗ്ധ ചികിത്സ തേടുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഏകീകരിക്കുന്നത് നന്നായിരിക്കും. നല്ല ഭക്ഷണ രീതി, അതുപോലെ തന്നെ വ്യായാമം, ഇവയെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി പ്രദാനം ചെയ്യുന്നതാണ്. യഥാസമയം ചെറിയ രോഗങ്ങൾക്ക് പോലും ചികിത്സ തേടുന്നതും അത് വലുതായിട്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ എടുക്കുന്നതും സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പണം കടം കൊടുക്കലും വാങ്ങലും ഒക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. വിജിലൻ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഒരുപാട് ഇടപെട്ട് ആ ബാധ്യതകൾ കൂടി നിങ്ങൾ വലിച്ചു വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂയം നക്ഷത്രക്കാർക്ക് പ്രൊഫഷണലായിട്ടുള്ള ലൈഫ് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നൊരു കാലമാണ്. കുറേ വർഷമായിട്ട് കർക്കിടകൻ രാശിയിൽപ്പെട്ട പൂയം നക്ഷത്രക്കാർക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ധാരാളം ഉണ്ട്. എങ്കിൽ തന്നെയും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉയർച്ച വന്നു ചേരുന്നതാണ്. വിദേശ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലെ സാമ്പത്തിക വ്യയം നല്ലതുപോലെ വരാം. എന്ത് ബിസിനസ്, ചെറിയ ബിസിനസ്സായാലും വലിയ ബിസിനസ്സായാലും അതിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനായിട്ട് ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നുപെടാം. വാതപിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ചികിത്സ തേടേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങൾ മൂർച്ഛിക്കുകയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവർക്കൊക്കെ ചികിത്സകളൊക്കെ നല്ല രീതിയിൽ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം. ശത്രുക്കളും അസൂയാലുക്കളും ഒക്കെ നിങ്ങൾക്ക് ചുറ്റും കർമ്മനിരതരായിട്ടിരിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്ന കർക്കിടകൻ രാശിയിൽപ്പെട്ട പൂയം നക്ഷത്രക്കാർക്ക്. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള സ്തംഭനാവസ്ഥകളും കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പണം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ധാരാളം പണം കണ്ടെത്തേണ്ടതായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ള ബാങ്ക് ലോണുകളെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം. ചില സമയത്ത് നിങ്ങൾക്ക് പണത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. വർഷമധ്യത്തോടുകൂടി കർമ്മത്തിൽ ഗുണവും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ പ്രീതിയും സുഹൃത്തുക്കളുടെ സഹായവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്നാലും ഈശ്വരാധീനവും നല്ല പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ആ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു വർഷമാണ് 2026. എന്തായാലും നല്ലതുപോലെ ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാമ്പത്തിക വ്യയം കൂടുതൽ വരുന്നൊരു വർഷവും മനോദുഃഖവും മാനസികമായിട്ടുള്ള, അതായത് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നൊരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ആ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികൾ, ഉപാസനകൾ എടുക്കാം. പ്രാർത്ഥനകൾ കുറച്ച് കൂടുതൽ സമയം കണ്ടെത്താൻ സാധിക്കും. ക്ഷേത്ര ദർശനങ്ങൾ, ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് കുറയുന്നതാണ്. അതുകൊണ്ട് വ്യാഴത്തെ നല്ലതുപോലെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾ നിരന്തരം, സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം ഞായറാഴ്ച ദിവസമെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആയില്യം നക്ഷത്രക്കാർക്ക് ധാരാളം അവസരങ്ങൾ കൊണ്ടുവരുന്നൊരു വർഷമാണ് 2026. മത്സര പരീക്ഷകളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു തോതിലുള്ള വിജയ ശതമാനമൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയ ശതമാനമോ അല്ലെങ്കിൽ ഉയർച്ചയോ നമ്മുടെ പഠനത്തിൽ മത്സര പരീക്ഷകളിൽ നമുക്ക് ലഭിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ മനോദുഃഖം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസൊക്കെ ധാരാളം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന്, ജോലിയിലാണെന്നുണ്ടെങ്കിലും കർമ്മത്തിലാണെങ്കിലും പഠനത്തിലൊക്കെ ആണെങ്കിലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നൊരു വർഷമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. ശക്തമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം ഉടലെടുക്കുന്നതാണ്. കർമ്മരംഗത്ത് വളർച്ചയും സാമ്പത്തിക ഉന്നമനവും ഒക്കെ പ്രതീക്ഷിക്കാം. വ്യക്തിപരമായിട്ടുള്ള പ്രവൃത്തികളും അതേ തുടർന്നുള്ള കാര്യങ്ങളും മൂലം ധാരാളം ആദായം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനായിട്ട് കാത്തിരുന്നവർക്ക് അതൊക്കെ ലഭ്യമാകുന്ന, പങ്കാളിയുടെയോ അല്ലെങ്കിൽ സ്വന്തം തന്നെയുള്ള പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടുന്നതാണ്. പ്രണയകർത്താക്കളായിട്ടുള്ളവർക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അനുകൂലമായിട്ടുള്ളൊരു തീരുമാനവും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. കർമ്മരംഗത്ത് ധാരാളം
ധാരാളം സമയം ചെലവഴിക്കുകയും സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും നിങ്ങൾ കർമ്മരംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഒരു ഗുണം കൊണ്ട് തരുന്നതാണ്. മത്സര പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വിജയം പ്രതീക്ഷിക്കാം. എങ്കിലും വിചാരിച്ചത്ര വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. ധാരാളം അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ ഒരു നേരവും നിങ്ങൾ നിരാശപ്പെട്ടോ അലസതയോടോ ഇരിക്കാതെ ഫുൾ ടൈം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. പഠനത്തിലാണെങ്കിൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ, ജോലി ചെയ്യുന്നവർ, അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർ, ഇങ്ങനെ വ്യാപാര വ്യവസായങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ കർമ്മ ഉത്സാഹരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് 2026. ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള പല ചിന്തകളും നിങ്ങളെ പല തലത്തിലേക്കും ഉയർത്തി കൊണ്ടുപോകുന്നതാണ്. മറ്റുള്ളവരുടെ അറിവും കഴിവും ഉള്ള വലിയ ആളുകളുടെ ഉപദേശങ്ങളും അവരുടെ ആ ഒരു പ്രവൃത്തിയിലുള്ള സ്ട്രാറ്റജിയും കർമ്മരംഗത്തുള്ള അനുഭവജ്ഞാനവും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വ്യക്തി ജീവിതത്തിൽ ധാരാളം ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കാർമ്മിക ജീവിതത്തിൽ ഈശ്വരാധീനം മൂലം ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്തെ പല പുതിയ ബന്ധങ്ങളും ഉടലെടുക്കുന്നതും ഉന്നതരായ പലരുടെയും സഹായത്താൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ ഈ വർഷം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസിക ഉന്മേഷം കൈവരിക്കാൻ കഴിയുന്ന വർഷമാണ് 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം. മകം നക്ഷത്രക്കാർക്ക് 2026 ശനി 8-ലാണ്, വ്യാഴം 12-ലും, അതിനുശേഷം മാറി മാറി ഗോചരം ചെയ്യുന്ന 11-ലും 12-ലും ഒക്കെ മാറി മാറി ഗോചരം ചെയ്യുന്ന ഒരു വർഷമാണ് ഈ മകം നക്ഷത്രക്കാർക്ക് 2026 എന്ന് പറയുന്ന ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള 2026 വർഷം. ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ ധാരാളം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ കർമ്മരംഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. വിദേശത്ത് ജോലിക്കാണെങ്കിലും അല്ലാതെ വിദേശത്ത് മക്കളുടെ അടുത്ത് പോകാനൊക്കെ ആണെങ്കിൽ അതിന് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും പഴയ ബന്ധങ്ങളും ഒക്കെ വീണ്ടും തട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് നിങ്ങൾക്ക് പുതിയൊരു കർമ്മരംഗം ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചെറുതാണെങ്കിലും പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. വർഷത്തിൻ്റെ ഒരു പകുതി എന്നോണം, അതായത് 2026 വർഷത്തിൻ്റെ പകുതിയിൽ ധാരാളം സാമ്പത്തികമായിട്ട് ചെലവുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. എങ്കിലും അതെല്ലാം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. 8-ലെ ശനി നിങ്ങൾക്ക് രോഗദുരിതങ്ങളും ശാരീരിക അലസതകളും ഒക്കെ ധാരാളം അലച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ്. വിദേശ യാത്രയോടൊപ്പം തന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് പുതിയ ഒരു കർമ്മരംഗം കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പുതിയ രംഗത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു വർഷം സാധ്യമാകുന്നു. ദീർഘകാലമായിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾക്ക് ആവിഷ്കരിക്കാനും ആ പദ്ധതികൾ കൊണ്ട് നിങ്ങൾക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു സാമ്പത്തിക നയം ആവിഷ്കരിക്കുക. അതായത് കുറേ കാലമായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടിരുന്ന അത് തുടങ്ങാൻ സാധിക്കാതിരുന്ന സംഗതി തുടങ്ങാൻ സാധിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആദായമൊക്കെ അപ്പോൾ ദീർഘകാലമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും. ലോങ് ടൈം ഗോൾസ് പോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് കുറേ കാലം കഴിഞ്ഞാലും അതിൽ നിന്ന് റിട്ടേൺസ് വരും. ഇപ്പം നിങ്ങൾ എന്തിലെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നതാണ്. വിജയത്തിലേക്കുള്ള ഒരു പരിശ്രമം എന്നതുപോലെ തന്നെ പല പ്രവർത്തികളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് മകം നക്ഷത്രക്കാർക്ക് ഈ 2026 എന്ന് പറയുന്നത്. വ്യക്തി ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ഒക്കെ ഒരു ഉണർവ് പൊതുവെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പുതിയ രംഗത്തെ പല വിപുലീകരണങ്ങളും നിങ്ങൾക്ക് ഈ വർഷം സാധ്യമാകുന്നതാണ്. വിലയേറിയ പല ബന്ധങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വർഷമാണ്. പുതിയ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ സൗഹൃദങ്ങളാവാം, മിത്രങ്ങളാവാം, പലതരത്തിലുള്ള ബന്ധുക്കളാകാം. എവിടെ നിന്നാണെങ്കിലും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഈഗോ പോലെയുള്ള ചിന്താഗതികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പുതിയൊരു ഉണർവ് വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം മഹാദേവന് ധാര ചെയ്യുക, ജലധാര ചെയ്യുക. ജലധാര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. മഹാദേവ, എനിക്ക് ദോഷഫലങ്ങളൊക്കെ കുറച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് നന്ദി 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മഹാദേവന് ജലധാര ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം തന്നെ കൂവളമാല അർച്ചന, പിൻവിളക്ക്, നെയ്യെടുത്തിട്ട് നെയ്വിളക്ക് പിൻവിളക്കായിട്ട് മഹാദേവന് സമർപ്പിക്കുന്നതും, മഹാദേവ ക്ഷേത്ര ദർശനം, വെറുതെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ശിവങ്കൽ പോയിട്ട് കയ്യിലുള്ള വഴിപാടുകൾ യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കാനും
കുറേയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരാനൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ കൃഷ്ണഭക്തരാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ നന്നായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴം 11-ലും പിന്നീട് 2026 ജൂൺ 2 മുതൽ ഇവർക്ക് 12-ലും ഗോചരം ചെയ്യുന്ന വർഷമാണ് പൂരം നക്ഷത്രക്കാർക്ക്. 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ്. ശരിക്കും പറഞ്ഞാൽ മോക്ഷമെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വർഷമാണ് ഈ 2026. പലർക്കും ഇതുവരെ ദൈവാധീനം ഉണ്ടായിട്ടും ഈശ്വരാധീനം ഉണ്ടായിട്ടും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് ഈ സ്പിരിച്വാലിറ്റി കൂടുന്നതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ തോന്നാം. ചിലവർ ഫുൾ ടൈം അമ്പലത്തിൽ തന്നെ പോയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പൂരം നക്ഷത്രക്കാർക്ക് സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ ചിന്തകൾ വളരുന്നൊരു വർഷമാണ്. ഈ വർഷം ഉണരുന്ന തീർത്ഥയാത്രകളും നിങ്ങളുടെ മനസ്സിന് ഉണർവ് വരുമ്പോൾ തീർത്ഥയാത്രകൾ, പുണ്യയാത്രകൾ, സൽജന പ്രീതി, അതുപോലെ പുതിയ 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 കാര്യങ്ങൾ കണ്ടുപിടിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു പുതിയ തലത്തിലേക്കൊരു മാറ്റം വന്നു ചേരുന്നുണ്ട്. നല്ല രീതിയിലൊരു പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വർഷമാണ്. കർമ്മരംഗം തന്നെ ഉണരുന്ന ഒരു വർഷമാണ് ഈ 2026. ഇതുവരെ നിങ്ങളിങ്ങനെ മൂഡ് ഔട്ടായിട്ടിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു മധ്യപ്രായം, 20-28 വയസ്സൊക്കെ ആയിരിക്കുന്നവർക്ക് നിങ്ങളുടെ വിവാഹത്തിന് ഗോചരവശാൽ വിവാഹത്തിനുള്ള സമയമൊക്കെ ആകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് നോക്കി അതിനുള്ള ഏതെങ്കിലും ചെറിയ തോതിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ വിവാഹത്തിനുള്ള സമയമൊക്കെ ആവുന്നതാണ്. ഒരു കർമ്മിക മാറ്റം, അതായത് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നൊരു വർഷമാണ്. നിങ്ങൾക്ക് ഏത് കാര്യം എടുത്താലും നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ സജ്ജനങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസ് കൊണ്ട് എല്ലാ രംഗത്തും നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വർഷമാണ്. ബിസിനസ്സിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ഉയർച്ചയുണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി, ഇത് നല്ലതുപോലെ നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. ഇതുവരെ ചെയ്തിരുന്ന കാര്യത്തിൽ സംരംഭത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതായത് 100 രൂപ കിട്ടിയിരുന്നവർക്ക് 500 രൂപ കിട്ടാനോ 1000 രൂപ കിട്ടാനോ ഒക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന വർഷമാണ്. ബന്ധുമിത്രാദികളുടെ ആണെങ്കിലും സുഹൃത്തുക്കളുടെ ആണെങ്കിലും സഹായത്തോടെ നിങ്ങൾക്ക് പല പ്രവൃത്തികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്കാണെങ്കിലും അവർക്ക് അംഗീകാരവും ആധികാരികമായിട്ടുള്ള പല മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ, വ്യക്തിപരമായിട്ടാണെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഭവന നിർമ്മാണം ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിച്ച് അതൊക്കെ തീർക്കാൻ സാധിക്കുന്നതാണ്. പുതിയ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നന്ദി കുറിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ബാങ്ക് പോലെയുള്ള ഇതര സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സമൊക്കെ മാറി അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് തുളസിമാല, പാൽപ്പായസം ഇവ യഥാവിധി ചെയ്യുന്നത് നന്നായിരിക്കും. ഉത്രം നക്ഷത്രം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകുന്നൊരു വർഷമാണ് 2026. ഇതുവരെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഈ 2025 വർഷത്തിലൊക്കെ എല്ലാവർക്കും പഠനത്തിലൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും നാട്ടിൽ തന്നെയുള്ള വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ വരുന്ന 2026 വർഷത്തിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ രംഗത്തും അതുപോലെ തന്നെയുള്ള രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. വരുമാനത്തിലൊക്കെ സാമാന്യമായിട്ടുള്ളൊരു വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമാന്യമായിട്ടുള്ളൊരു വർധനവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട്, അല്ലാതെ വലിയ ധനവാനാവുകയോ രാജാവാകുകയോ ചെയ്യുന്നതല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു വരുമാനം ഇല്ലാതിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാസ വരുമാനം കിട്ടുന്ന ഒരു ജോലിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ശ്രമിച്ചാൽ. സാമ്പത്തിക രംഗം അതുകൊണ്ട് തന്നെ ഉഷാറാകും. 1 രൂപയില്ലാതിരുന്നവർക്ക് മാസം ഒരു 20,000 രൂപ ശമ്പളത്തിന് ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. കർമ്മത്തിൽ വളർച്ചയുണ്ടാകുന്നുണ്ട്. പല പ്രവർത്തികളും ചെയ്യുന്നത് മൂലം ആദായം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് നല്ലതുപോലെ ശ്രമിക്കുക. ആരുമായിട്ട് കൂടുതൽ കലഹത്തിനോ വഴക്കുകൾക്കോ പോവാതിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ബലം കുറയുന്നതിന് കാരണമാകും. കാരണം കൂടുതൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനോബലം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പം അതുകൊണ്ട് അതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ വർത്തിക്കാൻ ശ്രമിക്കുക. ഈ വർഷം ചുറ്റുപാടുകളൊക്കെ അനുയോജ്യമാകുന്നത് മൂലം പ്രവൃത്തികളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും അതിൽ നിന്ന്
സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവാം. ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവാം. ഈ വർഷം ഈ വ്യാഴത്തിൻ്റെ ഗോചരം, ജുപ്പിറ്ററിൻ്റെ ഗോചരം മൂലം കർമ്മരംഗത്തെ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതാണ്. അവസരങ്ങളൊക്കെ വേണ്ട വിധം നോക്കിക്കണ്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, ദശാകാലമോ അന്തർദശാകാലമോ നിങ്ങൾക്ക് മോശമാണെങ്കിൽ, ഞാൻ പറയാറുള്ള പോലെ ശനി നമുക്ക് അനുകൂലമല്ല എന്ന് വിചാരിക്കുക, ശനി മൗഢ്യത്തിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഗോചരവശാൽ ശനി അനുകൂലമായി വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോൾ ജാതകത്തിൽ ശനി ഗോചരവശാൽ കിട്ടുന്നില്ല, അനുഭവത്തിലാവുന്നില്ല എങ്കിൽ ജാതകം പരിശോധിച്ച് ശനീശ്വര പരിഹാരങ്ങൾ ചെയ്യുക. വ്യാഴം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നതാണ്, ജാതകത്തിൽ വ്യാഴം മോശമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോചരവശാൽ കിട്ടേണ്ട ഗുണം കിട്ടാനായിട്ട് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾ ഏകീകരിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുപോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് വിജയങ്ങൾ കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു നല്ല ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ജാതക പരിശോധനയും അന്തർദശാകാലവും ദശാകാലവും ഒക്കെ നോക്കിയിട്ട് അത് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. പ്രത്യേകിച്ച് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന രീതിയിൽ അമാവാസി ദിനം തോറും, എല്ലാ അമാവാസിയിലും, എല്ലാ മാസത്തിലും ഒരു അമാവാസി ഉള്ളൂ. അപ്പോൾ ആ ഒരു അമാവാസി ദിവസം നിങ്ങളൊന്ന് പിതൃബലി നടത്തുന്നത് പിതൃമോക്ഷത്തിന്, നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു വർഷമാണ് ഈ പറയുന്ന 2026 എന്ന് പറയുന്ന ഉത്രം നക്ഷത്രക്കാർക്ക്. അത്തം നക്ഷത്രം 2026 ജാനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെ അത്തം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സമയത്തിൽ ഇപ്പോൾ ഈ സമയം 2025 ഡിസംബർ അവസാനത്തോടു കൂടി പല കാര്യങ്ങളിലും ചെറുതായ രീതിയിൽ മാറ്റങ്ങൾ വരാം. 24, 25 ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുടെ വർഷം തന്നെയായിരുന്നു. 2026 അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങൾ, പിന്നെ വിദേശത്തൊക്കെ ഉള്ള പ്രവാസികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് നിരന്തരമായിട്ട് വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിപ്പോൾ പിതൃമോക്ഷത്തിനായിട്ട് ഒരു കർമ്മവും ചെയ്യാൻ പറ്റാത്ത പ്രവാസികളാണ് വിദേശത്തുള്ളവർ. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ മോക്ഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വർഷത്തേക്കുള്ള ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മമാരോ അല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പന്മാരോ ഒക്കെ മരിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കുടുംബത്തിൽ നിന്ന് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. പരദേവതകളെ അറിയാമെങ്കിൽ പരദേവതകൾക്ക് നിത്യപൂജയുള്ള അമ്പലങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിൽ വന്ന് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തടസ്സങ്ങളില്ലാതെ സാധിക്കും. നിരന്തരമായിട്ടൊരു ഇഷ്ടദേവതാ പ്രാർത്ഥന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ പ്രാർത്ഥന ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് നിരന്തരമായിട്ട്, ഇപ്പോൾ ശത്രുദോഷം അല്ലാതെ ബാധിക്കുന്നവരുണ്ടെങ്കിൽ ജ്ഞാത അജ്ഞാത ശത്രുക്കളിൽ നിന്ന് മോക്ഷത്തിനായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം ഒരു ദീക്ഷയായിട്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് നിരന്തരമായിട്ട് അത് ജപിക്കുക. അതെത്ര ഒരു ജപിക്കണമെന്ന് ഗുരു തീരുമാനിച്ച് നിങ്ങൾക്ക് ദീക്ഷ തരും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഉന്നമനമുണ്ട്, പക്ഷെ സാമ്പത്തികം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക കാര്യത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇഷ്ടദേവതാ പ്രാർത്ഥനയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാലക്ഷ്മി മന്ത്രമാവാം. ഇത് നിങ്ങൾ നോക്കിയിട്ട് അതിനൊരു സമയം കണ്ടെത്തി നിരന്തരമായിട്ട് അത് ചെയ്യുക. ഇങ്ങനെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്തു പോയാൽ നമ്മുടെ ദോഷഫലങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദേശ പഠനവും ഉന്നത പഠനവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം തടസ്സങ്ങൾ ഈ വർഷം വന്നു ചേരുന്നുണ്ട്. ഈ വ്യാഴമാറ്റം എന്ന് പറയുന്ന ഈ ഗോചരം പ്രൊഫഷണലായിട്ടുള്ളൊരു ഗ്രോത്തും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ ഉണർത്തി അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ചുറ്റുപാട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുയോജ്യമാണെങ്കിൽ പോലും നിങ്ങളിലുള്ള ആ സ്പിരിച്വൽ എനർജി വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആരോഗ്യ കാര്യത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസൊക്കെ നിയന്ത്രിക്കുക, ഇമോഷണൽ ഫീലിങ്സൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ഇതൊക്കെ നന്നായിരിക്കും കർമ്മരംഗം ഉണർന്നു വരുന്നതിന്. കർമ്മരംഗവുമായിട്ട് ധാരാളം സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ്. അത് അനുഭവിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയിലും കൂടി അത് വരുന്നത് കൊണ്ട് ധനനഷ്ടം നിങ്ങൾക്ക് വന്നു ചേരാം, യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ അലച്ചിലുകൾ ധാരാളം ഉണ്ടാവാം. അപ്പം അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ
വൈകാരികമായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൂടുതൽ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾക്കോ കലഹങ്ങൾക്കോ ഒന്നും പോവാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല രംഗത്തും ധാരാളം തലവേദനകൾ ഉണ്ടാക്കുന്ന പല ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരാം. അതുകൊണ്ട് തന്നെ വിദഗ്ധ അഭിപ്രായവും ഉന്നതരായിട്ടുള്ളവരുടെ പുതിയ ബിസിനസ് സ്ട്രാറ്റജിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഇനി വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ പോലും അവർ കൂടുതലായിട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുടുംബത്തിൽ തന്നെ കൂടുതൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. സന്താനങ്ങളെ കൊണ്ട് അരിഷ്ടതകൾ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനകളൊക്കെ ഒന്ന് സ്വായത്തമാക്കുന്നതും കിട്ടുന്ന സമയം നമ്മളൊന്ന് ദൈവികമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നത് മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് സമന്വയിപ്പിച്ചിട്ട് എല്ലാം കൂടെ സമന്വയിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ കുടുംബാംഗങ്ങളാണെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സമന്വയിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന രംഗവും കർമ്മരംഗവും കുടുംബത്തിലാണെങ്കിൽ അസ്വസ്ഥതകളൊക്കെ മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ തന്നെയും എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം കണ്ടെത്തി പ്രാർത്ഥനകളൊക്കെ ഒന്ന് ക്രോഡീകരിക്കാൻ നോക്കുക. ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ഹനുമാന് പ്രാർത്ഥനകൾ വഴിപാടുകൾ യഥാവിധി കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഹനുമാൻ പ്രാർത്ഥന അതുപോലെ ഹനുമാൻ്റെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപവാസം അല്ലെങ്കിൽ വ്രതമൊക്കെ അത്യാവശ്യമുള്ളത് കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. സ്വാത്വികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ ദിവസവും അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഹനുമാൻ പ്രാർത്ഥനകളൊക്കെ ഹനുമാൻ മന്ത്രങ്ങളുമൊക്കെ നിങ്ങളൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്ത് ജപിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. നിങ്ങളുടെ ചിലപ്പോൾ ചില മന്ത്രങ്ങൾ നിങ്ങളിൽ കൂടുതൽ വൈബ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ മന്ത്രം ഏതാണെന്ന് ഒരു ഗുരുവിനെ കണ്ട് നോക്കിയിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടാവുന്ന ഗുണങ്ങൾ കിട്ടുക, ദോഷങ്ങൾ മാറ്റുക. ആ മന്ത്രത്തിൻ്റെ വൈബ് എന്ന് പറയുന്ന ഒരു വലിയ വൈബ് തന്നെയാണ്. അത് ഒരു 108 പ്രാവശ്യം ഒരു ദിവസം ജപിക്കാൻ പറഞ്ഞ് എല്ലാവരും ചോദിക്കും വൈകുന്നേരം ജപിച്ചാൽ അല്ല, രാവിലെ ജപിക്കേണ്ടത് രാവിലെ തന്നെ ജപിക്കുക. അപ്പോഴേ നമ്മളിലേക്ക് അതിൻ്റെ എനർജി വരുള്ളൂ. ഇപ്പോൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ ഗ്ലാസ് കയ്യിൽ പിടിച്ചിട്ട് ആ മന്ത്രം 108 പ്രാവശ്യം ജപിച്ച് ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉള്ളിലെ എനർജി വൈബ് ഒന്ന് ഉണരാൻ തുടങ്ങും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതൊരു ഗുരുവിനെ കണ്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് 2026 ജൂൺ 2 മുതൽ നിങ്ങൾക്ക് 10-ലും ശനി 6-ലും രാഹു 5-ലും കേതു 11-ലുമാണ്. വ്യാഴം 10-ൽ ട്രാൻസിറ്റ് ചെയ്യുന്നു, ഗോചരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്ന കർമ്മസ്ഥാനത്താണ്. പൊതുവെ സാമ്പത്തിക രംഗത്ത് കർമ്മപരമായിട്ടും കർമ്മത്തിലും മറ്റു പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയതായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാനും അതുപോലെ തന്നെ നേരത്തെ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നോളം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്ന വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. സമ്പാദ്യശീലങ്ങളൊക്കെ ഉണരും, നിങ്ങൾക്ക് സമ്പാദിക്കാനൊക്കെ തോന്നും. ചിലപ്പോൾ വല്ല LIC എങ്കിലും ഒരു പോളിസിയെങ്കിലും എടുക്കാനൊക്കെ തോന്നുന്ന ഒരു വർഷമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്കൊക്കെ കൂടുതൽ മനസ്സ് വയ്ക്കുന്നതാണ്. ഈ വർഷം നിങ്ങൾക്ക് ഓർമ്മിക്കാനും ഓർത്തിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടക്കുന്നൊരു കാലമായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളോ അതുപോലെ തന്നെയുള്ള പുതിയ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് കഴിയും. കുറച്ച് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ആ തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ധാരാളം ഗുണമൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ കലാപരമായിട്ട് കഴിവുകളുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ ഉണർത്തെഴുന്നേൽക്കാനും നാടകമോ കലാരംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സിനിമാ നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തത്തോടുകൂടി കർമ്മരംഗത്തൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ധാരാളം നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡാൻസ്, പാട്ട് ഇതൊക്കെ കലാപരമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇമാതിരിയുള്ള കലാകാരന്മാർക്കുമൊക്കെ ഒരു പൊതുവിൽ ഒരു നല്ല വർഷം തന്നെയായിരിക്കും. ഇതുവരെ കിട്ടാത്ത അവസരങ്ങളൊക്കെ, ചിലപ്പോൾ ഡാൻസൊക്കെ കളിക്കാൻ ഇതുവരെ അവസരങ്ങൾ സ്റ്റേജൊന്നും കിട്ടാതിരുന്നവർക്ക് ഈ 2026 പല സ്റ്റേജുകളൊക്കെ കിട്ടാം. വൈകാരികമായിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ദോഷം വരുത്താം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധ്യതയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ട്രെസ് കൊണ്ട് നിങ്ങൾ എടുക്കുന്ന വൈകാരികമായിട്ടുള്ള ആ തീരുമാനം അത് നിങ്ങളെ ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും 1-2 വട്ടം ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ അശ്രദ്ധ മൂലവും നമ്മുടെ വാക്കുകൾ മൂലവും പലതും കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളോടൊരു കാര്യം പറയുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന ഉപയോഗമൊക്കെ ശ്രദ്ധിക്കുക. 2 വീലർ ഉപയോഗിക്കുന്നവരാണെങ്കിലും വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്
വളരെ ജാഗ്രതയോടുകൂടി പ്രാർത്ഥനകളോ നാമം ചൊല്ലലുകളോ ഒക്കെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മന്ത്രങ്ങളോ ഒക്കെ ജപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. ഓടിക്കുന്ന വാഹനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാം. പ്രത്യേകം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന വാഹനക്കാരൻ ശ്രദ്ധിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്തി വയ്ക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ വർഷം, പ്രത്യേകിച്ച് വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ തൊഴിലൊക്കെ ചിലപ്പോൾ ഈ വ്യാഴം 10 ഗോചരം ചെയ്യുന്നത് കൊണ്ട് തൊഴിലൊക്കെ ചിലപ്പോൾ പല മാറ്റങ്ങളും ഒക്കെ വന്നേക്കാം. അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ക്ഷേത്ര ദർശനം, മഹാദേവനെയോ അല്ലെങ്കിൽ ഹനുമാനെയോ കൃഷ്ണനെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവത ആരാണോ ആ ദേവതാ ദർശനം, ക്ഷേത്ര ദർശനം സ്വായത്തമാക്കുന്നതും ഒക്കെ നന്നായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 10-ലാണ്, ശനി 6-ലാണ് ഗോചരം ചെയ്യുന്നത്. രാഹു 5-ലും കേതു 11-ലുമാണ്. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്ക് പൊതുവിൽ ഉണ്ടാകുന്നത് എങ്കിലും കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗുണം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിച്ചവർക്ക് അത് സഫലമാകുന്നതാണ്, സാധ്യമാകുന്നതാണ്. വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, സാങ്കേതിക തടസ്സങ്ങളൊക്കെ കൊണ്ട് മാറ്റി വച്ചിരുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. വസ്തു വാഹനമൊക്കെ സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 2 വീലറെങ്കിലും മേടിക്കാനായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. വീട് വസ്തുവൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ബാങ്ക് ലോണുകളൊക്കെ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ അതൊക്കെ സാധ്യമാകുന്നുണ്ട്. ഭവന നിർമ്മാണം, വീട് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരുന്നവർക്ക് അതുമൊക്കെ സ്വായത്തമാക്കാനുള്ള ആ ഒരു യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. വ്യവസായ രംഗത്ത് വ്യവസായശാലകളൊക്കെ നടത്തുന്നവർക്ക് അവിടെ പല മാറ്റങ്ങളും ഒക്കെ ആരംഭിക്കാം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കർമ്മരംഗത്തൊരു ഉണർച്ച ഉണ്ടാകുന്നതാണ്. കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സിനോടാണെങ്കിലും വീട്ടിൽ തന്നെ സിബ്ലിങ്സിനോടാണെങ്കിലും അതുപോലെ തന്നെ പങ്കാളികളോടൊക്കെ കുറച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ ക്ഷിപ്രകോപമൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. നിങ്ങളുടെ മനോദുഃഖം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം. ചിലപ്പോൾ അതിന് നിങ്ങൾ തന്നെയായിരിക്കാം കാരണക്കാർ. പക്ഷെ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ക്ഷിപ്രകോപം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. പല പ്രതിബന്ധങ്ങളും കർമ്മരംഗത്ത് ഉണ്ട് എങ്കിലും അതിനെയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. സ്ഥാനമാന ലാഭം, സാമ്പത്തിക ആദായമൊക്കെ നിങ്ങൾക്ക് കർമ്മരംഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ തന്നെ നിങ്ങൾക്ക് പല രംഗത്ത് നിന്ന് പിടിച്ചു കയറാനും ഉയർച്ച ഉണ്ടാവാനും ഒക്കെ സാധിക്കുന്ന ചുറ്റുപാടുകളുണ്ട്. അത് കണ്ടെത്തി അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. മത്സര പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കൊക്കെ വിജയം പ്രതീക്ഷിക്കാം. 5-ലെ രാഹുവിൻ്റെ സ്വാധീനം അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ക്രിയാത്മകമായിട്ട് ഉള്ള കണ്ടുപിടുത്തങ്ങൾ, അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് സാധിക്കാതിരുന്ന പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഴുകിച്ചേരാനൊക്കെ ആയിട്ട് സാധിക്കും. സാങ്കേതിക രംഗത്തൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമാണ്. പ്രണയകർത്താക്കൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നതും അതുമൂലം ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു എൻഡിങ് ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം കൊണ്ടുപോകാനായിട്ട്. കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം പോകുന്നത് ഉത്തമമായിരിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക്, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 9-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലുമാണ് ഗോചരം ചെയ്യുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക പരാധീനത ഉണ്ടാകാം. ഈ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തിക പരാധീനത അങ്ങനെ തന്നെ നിലനിൽക്കുന്നൊരു വർഷമാണ്. ഈ സാമ്പത്തിക പരാധീനത ധാരാളമായിട്ട് നേരിടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളും മനോദുഃഖങ്ങളും ഉണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ കലഹത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ശത്രുക്കൾ നിങ്ങളെ ശല്യം ചെയ്യാനൊക്കെ സാധ്യതകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഏകീകരിക്കുക. ചില ശത്രുക്കൾ നിങ്ങളെ മനോബലം കെടുത്തുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. വ്യാപാര വ്യവസായികൾക്കൊക്കെ തൊഴിൽ തർക്കങ്ങളും അർത്ഥനാശവും ഒക്കെ വന്നു ഭവിക്കാം. വരവ് ചെലവുകൾ തുല്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടി വരുന്നതാണ്.
ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാനൊക്കെ കഴിയും. കാരണം ഈ വർഷം തീരുമെന്ന് വിചാരിച്ചിരുന്ന ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റാതെ അടുത്ത വർഷം പൂർത്തീകരിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ചിങ്ങമാസത്തിലെങ്കിലും 2026 ഓണത്തിനെങ്കിലും നിങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമാകുന്നതാണ്. ശത്രുക്കളുടെ ശല്യം മൂലം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് അന്യദേശവാസമൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. ദാമ്പത്യത്തിൽ ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഒക്കെ ദാമ്പത്യ തർക്കം, അതായത് ദാമ്പത്യ ദുരിതമൊക്കെ നിങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് വീട്ടിലൊക്കെ ആണെങ്കിലും നിങ്ങളൊരു മനോബലം കൈവിടാതെ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. വ്യക്തി ജീവിതത്തിൽ വ്യക്തി വിജയത്തിനായിട്ട് ധാരാളം അവസരങ്ങൾ മുന്നിലുണ്ടെങ്കിലും ചില സമയത്ത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ പലതും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരാം. അല്ലാതെ നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് നേരിടുക, പ്രതിബന്ധങ്ങളെയൊക്കെ ഒന്ന് വെല്ലുവിളികളായിട്ട് നേരിടുക. നന്നായി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതിനെ കണ്ടെത്തി അതിനുവേണ്ടി സമയവും പണവും ചെലവഴിക്കാൻ ശ്രമിക്കാം. ശമ്പള വർധനവ് മൂലം ഈ വർഷാവസാനം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉദ്യോഗ രംഗത്തിരിക്കുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്കാണെങ്കിലും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും. ഇതുവരെ ശമ്പളത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതിരുന്നവർക്ക് ശമ്പളത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വിദേശത്ത് വസിക്കുന്നവർക്കുണ്ടാകാം. ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുമെങ്കിലും വർഷാവസാനം 1-2 കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ അതിലേക്കായിട്ട് കാര്യങ്ങളെ ഒന്ന് കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിൽ ശാരീരിക മാനസിക കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുക. ക്രമാതീതമായിട്ടുള്ള ചെലവുകൾ ചിലപ്പോൾ വർദ്ധിക്കാം. ആശുപത്രി വാസമോ കുട്ടികളുടെ പഠന ചെലവ്, അതുപോലെ തന്നെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ വന്നിട്ട് ചെലവുകൾ ഒരുപാട് വരാം. അപ്പോൾ ആ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തുനിന്ന് പണം നമുക്ക് സോഴ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകാം. വർഷാവസാനം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. പുതിയ തന്ത്രങ്ങളും ബിസിനസ് നയങ്ങളും ഒക്കെ ആവിഷ്കരിച്ച് നല്ല രീതിയിൽ നമ്മുടെ വ്യാപാര വ്യവസായ രംഗം ഉണർത്താനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് വ്യാഴം 2026 ജൂൺ 2 മുതൽ 9 ശനി 5 രാഹു 4 കേതു 10 ഒരു വർഷമാണ് ഈ 2026 അനിഴം നക്ഷത്രക്കാർക്ക്. കർമ്മരംഗത്ത് പലവിധമായിട്ടുള്ള തടസ്സങ്ങളും കുടുംബത്തിൽ പല അന്തഛിദ്രങ്ങളും കലഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വവും അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത പല പ്രവൃത്തികൾ കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ അത് ആ വ്യക്തിബന്ധങ്ങൾ പോലും താറുമാറാകുന്ന രീതിയിലേക്ക് മാറാം. അതുകൊണ്ട് പല പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെടുന്നതിന് മുൻപ് അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയായിരിക്കും ഉത്തമം. കാരണം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പോലെ എന്തായാലും വ്യാപാര വ്യവസായ സ്ഥാപനത്തിലും കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളുടേതായിട്ടുള്ള കുറ്റം കൊണ്ടല്ല എങ്കിൽ പോലും നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന വർഷമാണ് 2026. ഈ ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്ന് സ്വയമേ നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് പ്രാവർത്തികമാക്കുന്നതാണ്. അത് ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം മാറുന്നു. അതിൽ പിന്നെ നിങ്ങൾ ഇടപെടാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. എനർജി കൂടുന്നതിനായിട്ട് സഹായകമാകുന്ന പല ചുറ്റുപാടുകളും നിങ്ങൾക്കുണ്ടാകാം. അത് കണ്ടെത്തി നിങ്ങളുടെ ആ യൂണിവേഴ്സൽ എനർജിയും അതുപോലെ തന്നെയുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിക്കലും ഒക്കെ നിങ്ങൾ ചെയ്യുക. പുണ്യ തീർത്ഥയാത്രകൾക്കുമൊക്കെ സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് കൂടിച്ചേർന്ന്. ഈ വ്യാഴമാറ്റത്തോടു കൂടി 2026 മധ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ ധാരാളം ഉയർച്ച പ്രതീക്ഷിക്കാം. പല മേഖലകളിലും നിങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുന്ന വർഷമാണ് എന്ന് വിചാരിച്ച് എല്ലാത്തിലും ചെന്ന് ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങൾ അത് എല്ലാം കൂടെ ചെയ്തു തീർക്കണ്ട. 1-2 കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. എല്ലാത്തിലും കൈകടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റാതെ വരാം. അത് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് തൊഴിൽ തേടി പോയിട്ട് അവിടെ ജോലി കിട്ടാതിരിക്കുന്നവർക്ക് ഈ വർഷത്തിന് ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടി നിങ്ങൾക്ക് പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാനായിട്ട് അവസരം വന്നു ചേരുന്നുണ്ട്. കർമ്മത്തിൽ സ്ഥാനഭ്രംശം വരാതെ നോക്കുക. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ജാതകം പരിശോധിച്ച് ജാതകവശാലോ ദശാകാലമോ അന്തർദശാകാലമോ ഗോചരവശാലോ ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് നന്നായിരിക്കും. പിതൃദോഷങ്ങൾ മാറുന്നതിന് പിതൃബലി അമാവാസി തോറും പിതൃബലി ഇടുന്നതും പരദേവതാ പ്രീതി വരുത്തുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 9 ശനി 5 രാഹു 4 കേതു 10
ദോഷാധിക്യമുള്ള കാലം തന്നെയാണ്. എങ്കിലും 2025 നിങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച് മുടങ്ങിപ്പോയിട്ടുള്ളതായ പല കാര്യങ്ങളും 2026 നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് വസിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിലും അതിൽ നിന്ന് ശമ്പള വർധനവും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. നാട്ടിൽ ഉള്ളവരാണെങ്കിൽ പുതിയ കർമ്മരംഗം കണ്ടുപിടിക്കുകയും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ജോലി കിട്ടുക, വിവാഹം നടക്കാത്ത യുവജനങ്ങൾക്ക് വിവാഹമൊക്കെ സാധ്യമാകുന്ന വർഷമാണ് 2026. പലതരത്തിൽ നിന്നും സഹായ സഹകരണത്തോടുകൂടി പല പ്രവൃത്തികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ദൈവാധീനവും അതുപോലെ തന്നെ ഈശ്വരാരാധന, ക്ഷേത്ര ദർശനം ഇതുമൂലമൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർത്തീകരിച്ച് മുഴുവനായിട്ട് ചെയ്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പ്രയാസകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ദൈവാധീനം മൂലം രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. വാഹന ഉപയോഗം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അതുപോലെ വസ്തുവോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നതായിട്ട് യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യം വഷളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരാം. സർക്കാർ തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ്, സ്ഥലം മാറ്റം, ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായിട്ട് വീട്ടിലാണെങ്കിലും മറ്റു ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ആണെങ്കിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ചെറിയ ആശുപത്രിവാസമോ സർജറിയോ ഒക്കെ വന്നു ചേരാനൊക്കെ ആയിട്ട് യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും രോഗത്തിന് വിദഗ്ധ ചികിത്സകളൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട്, സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ആ സ്ഥാനത്തുള്ളവരുമായിട്ട് ചെറിയ അകൽച്ചയോ വാക്ക് തർക്കങ്ങളോ ഒക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ, പഠനത്തിലാണെങ്കിലും അവരുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ വിഘ്നേശ്വരന്, ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും എല്ലാ ദിവസവും ക്ഷിപ്രഗണപതി മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ട് 108 നിങ്ങൾ കാര്യസാധ്യത്തിനായിട്ട് ക്ഷിപ്രഗണപതി മന്ത്രം നിരന്തരമായിട്ട് പാരായണം ചെയ്യുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേക ദിവസങ്ങളിൽ, രോഹിണി ദിവസങ്ങൾ, വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒക്കെ നിരന്തരമായിട്ട് ജപിക്കാനുള്ള മഹാലക്ഷ്മി മന്ത്രം, മഹാലക്ഷ്മി അഷ്ടകമൊക്കെ നിങ്ങൾ നിരന്തരമായിട്ട് ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നതാണ്. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത് കൊണ്ടും ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞായറാഴ്ച ദിവസം സൂര്യദേവനെ കിഴക്കോട്ട് തിരിഞ്ഞ് ഉദയസൂര്യനെ നോക്കി സൂര്യ മന്ത്രം ജപിക്കുന്നതും അതുപോലെ തന്നെ ഉദയസൂര്യനെ നോക്കിയിട്ട് ജപിക്കുന്നതിനോടൊപ്പം തന്നെ ചുവന്ന വസ്ത്രം ഉടുത്തുകൊണ്ട്, റെഡ് നിറത്തിലുള്ള ധവള വസ്ത്രം ഉടുത്തുകൊണ്ട് മഹാദേവനും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഞായറാഴ്ച ദിവസം വ്രതം എടുക്കുന്നതും നന്നായിരിക്കും. മൂലം നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 8-ലാണ്, ശനി 4-ലാണ്, രാഹു 3-ലാണ്, കേതു 9-ലാണ് ഗോചരം ചെയ്യുന്നത്. വ്യാഴം അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്നൊരു കാലമാണ്. ഈ വർഷം സമ്മിശ്ര കാലമായിരിക്കും. ശനി 4 എന്ന് പറയുമ്പോൾ കണ്ടകൻ്റെ സ്ഥാനത്താണ്. മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. എല്ലാ തരത്തിലും അവർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഈ ഒരു വരുന്ന വർഷവും കൂടി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പുതിയ തലം കർമ്മരംഗമൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുമെങ്കിലും ചെറിയ ജാതകവശാൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റിയിട്ട് വിവാഹം ആലോചിക്കുന്നത് നന്നായിരിക്കും. കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാനായിട്ടൊക്കെ കഴിയുന്നതാണ്. നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുടെയൊക്കെ ബാക്കി എന്നോണം അത് പൂർത്തീകരിക്കാനൊക്കെ ആയിട്ട് 2026 കഴിയുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് സാമ്പത്തിക ലാഭവും ആദായവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിരകാലമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമാണ്. അത് ഫുൾഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ കഠിന പരിശ്രമം ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യകരമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും തൊഴിൽ രംഗത്തുമൊക്കെ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഒരു ദൈവത്തിനെ കണ്ട് നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ അന്തർദശാകാലവും ദശാകാലവും അതുപോലെ തന്നെ രാശിചിന്തനമൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അതോ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ മതിയോ, അതിൽ ഉറച്ചു നിന്നാൽ മതിയോ, കുറേ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടുന്നെങ്കിലും കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത്
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യുന്നത്, ഒരു ദൈവത്തിനെ കണ്ട് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ കാണുന്ന എല്ലാ മന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും പരീക്ഷിക്കാതെ ഒരു ഇഷ്ടദേവതാ പ്രാർത്ഥന നിരന്തരമായിട്ട്, ഒരു ഇഷ്ടദേവതയുടെ പ്രാർത്ഥന നിങ്ങൾ സാധൂകരിക്കാനായിട്ട് നോക്കുക. നിരന്തരമായിട്ട് അതിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ദേവനെ പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം വേറൊരു ദേവനെ പ്രാർത്ഥിച്ചു, ഇന്നൊരു ക്ഷേത്രത്തിൽ പോയി, അപ്പോൾ വേറെ യൂട്യൂബിൽ വേറെ കണ്ടു, ഉടനെ ആ ക്ഷേത്രത്തിൽ പോയി അത് ചെയ്തു. ഇങ്ങനെ ചെയ്യാതെ നിരന്തരമായിട്ട് ഒരു മൂർത്തിയെ പ്രാർത്ഥിക്കുക. നിരന്തരമായിട്ട് നിങ്ങളുടെ ദോഷഫലങ്ങൾ കണ്ടെത്തി അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനുള്ളൊരു വർഷമാണ്. അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രയത്നിക്കേണ്ടി വരുന്ന വർഷമാണ്. വ്യാഴം 8-ലാകയാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ സാമ്പത്തിക കാര്യത്തിലൊക്കെ വന്നു ചേരുന്നതാണ്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ധാരാളം ഉണ്ടാകാം. അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ പങ്കാളികളുമായിട്ട് ആവശ്യമില്ലാതെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാം. മാതാപിതാക്കന്മാർക്കൊക്കെ നിങ്ങളെക്കുറിച്ചോർത്ത് കൂടുതൽ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നു ചേരാം. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് പ്രാർത്ഥനകൾ വശത്തമാക്കുന്നത് നന്നായിരിക്കും. ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല ചികിത്സകൾ, വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തേടാം. വിദഗ്ധ ചികിത്സ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾ യഥാവിധി മരുന്ന് കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് നിങ്ങളുടെ ഒരു ഭാവിയിൽ ദോഷം ചെയ്യുന്നതാണ്. മധ്യപ്രായം കഴിഞ്ഞവരാണെങ്കിലും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരാണെന്നുണ്ടെങ്കിലും വസ്തുവോ വാഹനമൊക്കെ വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്രയവിക്രയത്തിൽ ഏതെങ്കിലും വസ്തു വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നഷ്ടമൊക്കെ വരാം. അതുകൊണ്ട് ക്രയവിക്രയത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുക. കൂടുതൽ ചാടിക്കയറി അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം. വ്യാപാര വ്യവസായത്തിലൊക്കെ ധനനഷ്ടം വന്നു ചേരാം. വ്യവഹാരവുമായിട്ട് നിങ്ങളുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ പതുക്കെ കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ്. 7.5 ശനി കഴിഞ്ഞ് കുറച്ച് നല്ല സമയം വന്നപ്പോഴേക്കും വീണ്ടും അവർക്ക് ശനി 4-ലൂടെ സഞ്ചരിക്കുകയാണ്. മെൻ്റൽ സ്ട്രഗിളും ഫിസിക്കൽ സ്ട്രഗിളും ഒക്കെ ധാരാളമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ്. മൊത്തത്തിലെ ചുറ്റുപാടുകളോട് പോലും അവർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നുന്നൊരു വർഷമാണ് ഈ 2025 കടന്നു പോയത്. 2026 കുറേയേറെ ട്രബിൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുവെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തു പോകാനായിട്ട് ആത്മവിശ്വാസവും ആത്മാർത്ഥതയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ധാരാളം ട്രബിൾസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് നല്ല ഉപദേശവും അതുപോലെ തന്നെ കൂടുതൽ ജാഗ്രതയും ഏതെങ്കിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഉന്നതരായിട്ടുള്ള ആ ഒരു ചർച്ചയും വിദഗ്ധ അഭിപ്രായവും ഒക്കെ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക രംഗം താറുമാറാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം പണം കടം വാങ്ങി ബിസിനസ് ചെയ്ത് അതിൽ നഷ്ടം വരുത്തി വയ്ക്കാതിരിക്കാനായിട്ട് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒന്ന് നിർത്തലാക്കുക. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് ചെന്ന് പെടുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള പല സന്ദർഭങ്ങളും ചുറ്റുപാടുകൾ ഉണ്ടാകാമെങ്കിലും നമ്മളത് കാണാതെ പോകുന്നത് കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ആ അലസതയും മടിയും നിരാശയും ഒക്കെ, കാരണം കൂടുതലും നിങ്ങൾക്ക് നിരാശയാണ്. ഈ നിരാശകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോവുകയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും സ്വയം അവലംബിക്കുന്നത് നന്നായിരിക്കും. ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ വ്യവസായം വിദേശ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് കർമ്മരംഗത്ത് പുതിയ ഉണർച്ചയും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉടലെടുക്കുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ ഉണർച്ച ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇനിയും കുറേ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട. ഉള്ളതിൽ നിന്നുള്ള ലാഭം വന്നു ചേരാനായിട്ട് കാത്തിരിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷാ രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം. രാഹുവിൻ്റെ 3-ലും കേതുവിൻ്റെ 9-ലുമുള്ള ഗോചരം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു വർഷമാണ്. ഈ വർഷം അവസാനം നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നിങ്ങളുടെ കർമ്മരംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാവാനായിട്ട് കൃഷ്ണന് ഭാഗ്യസൂക്തം ചെയ്യുക. തുളസിമാല, തൃക്കൈവെണ്ണ, ത്രിമധുരം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ യഥാവിധി ചെയ്യുന്നത് കൊണ്ടും ഒരു 41 വ്യാഴാഴ്ച ദിവസം നിങ്ങൾ കൃഷ്ണന് ഭാഗ്യസൂക്ത പാരായണം ചെയ്തുകൊണ്ട് കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത്, 41 വ്യാഴാഴ്ച നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ്. വിദേശത്തുള്ളവർക്ക് അത് സാധിക്കില്ല എങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് 3 നിങ്ങൾ ഭാഗ്യസൂക്തം പാരായണം ചെയ്യുക. ശ്രീ സൂക്തം സന്ധ്യാസമയത്ത് ശ്രീ സൂക്തം പാരായണം ചെയ്യുക. ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യും. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉപവാസം എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന 8-ലെ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഉത്രാടം നക്ഷത്രത്തിന് ഈ നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മുതൽ വ്യാഴം 7-ലും
ശനി 3-ലും രാഹു 2-ലും കേതു 8-ലും ആണ് സഞ്ചരിക്കുന്നത്. വർഷമാദ്യം കുറേയേറെ ദോഷാധിക്യമൊക്കെ ഉണ്ട്. 2025 ബാക്കി പത്രം എന്നോണം സാമ്പത്തിക കാര്യത്തിലും ശാരീരിക കാര്യത്തിലും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുമൊക്കെ കുറേയേറെ പ്രശ്നങ്ങളും മാന്ദ്യമൊക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം അതിമനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ്. വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻകം സോഴ്സും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാർ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അകന്നു നിൽക്കുന്ന ദമ്പതിമാർ ഒരുമിച്ച് ചേർന്ന് അവർ ധാരാളമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു വർഷം തന്നെയാണ്. പിന്നീട് വർഷാവസാനം വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അകൽച്ച ബാധിക്കുമെങ്കിലും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വർഷാവസാനം നിങ്ങളുടെ ചില അഭിപ്രായങ്ങൾ പരസ്പരം കൂട്ടിച്ചേർക്കാൻ സാധിക്കാതെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കേണ്ടതായിട്ടൊക്കെ വരാം. വർഷാവസാനം വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തുമൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. ഇതുവരെ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്നവർക്ക് ചെറിയ തോതിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ അനുഭവിക്കാം. ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ധാരാളം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നവരാണ്. എങ്കിലും നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ധാരാളം കാര്യങ്ങളെയൊക്കെ മാറ്റിവെക്കാനും അതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെ മനസ്സിന് ഉണർവുണ്ടാക്കുന്നതായിരിക്കും. കുടുംബത്തിൽ തന്നെയാണെങ്കിലും സന്താനങ്ങളുടെ പഠനത്തിനും സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിനു വേണ്ടിയിട്ടൊക്കെ പണം ധാരാളം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. നല്ലതുപോലെ ഈശ്വരാധീനവും പ്രാർത്ഥനയും ഒക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈശ്വരാധീനമൊക്കെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ 2026 വർഷത്തിൽ സാധിക്കുന്നതാണ്. ശനിയുടെ 3-ലെ ഗോചരം എന്ന് പറയുന്നത് കുടുംബത്തിൽ പങ്കാളികളുമായിട്ട് സന്തോഷവും കുടുംബത്തിൽ മനസ്സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. 2-ലെ രാഹുവും കേതു 8-ലും ആകിയാൽ അവരുടെ കുറച്ച് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആയില്യത്തിനും മഹാദേവ ക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ ആയില്യ പൂജകൾ, നാട്ടിലില്ലാത്തവരാണെങ്കിൽ നാട്ടിലുള്ളവരോട് വിളിച്ച് പറഞ്ഞ് ആയില്യ പൂജ ചെയ്യുക. നാട്ടിൽ വരുന്ന സമയത്ത് നാഗക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത്, മണ്ണാറശാല, ആമേട, പമ്പുമേക്കാട് പോലെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തി അവിടെ യഥാവിധി വഴിപാടുകളൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ഈ രാഹുവിൻ്റെ ദോഷം കുറയ്ക്കുന്നതിന്, രാഹുകേതു ദോഷം കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് 2026 ഈ വർഷം വ്യത്യസ്തമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എങ്കിലും 2025 തുടർച്ചയെന്നോണം നിങ്ങൾക്ക് 2026 ജൂൺ 2 വ്യാഴം 7-ലാണ് പ്രവേശിക്കുന്നത്. 7-ലൂടെ ഗോചരം ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വാലിറ്റി വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. വർഷം ആദ്യം നിങ്ങൾക്ക് നല്ല അടി കിട്ടാതെ നോക്കുന്ന നന്നായിരിക്കും. കാരണം 2025 ചെയ്തു വച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ ബാക്കിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു തിരിച്ചടി എന്നോണം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ്. സാമ്പത്തിക കാര്യത്തിലാവാം, കർമ്മരംഗത്താവാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ മനസ്സന്തോഷവും കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ ഉണർവും പുതിയ ലാഭവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രവൃത്തിയിൽ വിജയമൊക്കെ വന്നു ചേരുന്നതാണ്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നാട്ടിലൊക്കെ എന്തെങ്കിലും ബിസിനസ്സോ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നൊരു വർഷമാണ്. 2025 കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് 2026 ലഭ്യമാകുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിലും കർമ്മരംഗത്തുമൊക്കെ. സന്താന ക്ലേശം, അതായത് സന്താനങ്ങൾക്ക് അരിഷ്ടതയോ സന്താനങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജാതകമൊക്കെ പരിശോധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാലാരിഷ്ടതകളോ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ട തക്കതായ വഴിപാടുകളോ അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ആയിട്ട് നന്നായിരിക്കും. മാതാപിതാക്കൾക്ക് കുട്ടികളെക്കുറിച്ചുള്ള സ്ട്രെസ്സ് കുറയുന്നതിന് അത് നന്നായിരിക്കും. അതിന് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കൺസീവ് ആയിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഇതിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്ന, കൺസീവ് ആയിട്ടുള്ള സമയത്ത് അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ സ്വായത്തമാക്കുക. കാരണം സമയം ചെറിയൊരു മോശത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വർഷം ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കത് വിചാരിച്ച തരത്തിൽ പൂർത്തീകരിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് അമ്മമാർ അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തിയൊക്കെ ഉണ്ടാവാം. യാത്രാക്ലേശം ധാരാളം ഉണ്ടാവാം. കാരണം നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. വസ്തുവാഹനമൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ബാങ്കുകളെയൊക്കെ ആശ്രയിച്ച് അതൊക്കെ സാധ്യമാകുന്നതാണ്. ധനനഷ്ടം, ദേഹാരിഷ്ടത ഇവയൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് അതിലൊന്ന് ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യരംഗമൊക്കെ കൂടുതൽ ഉന്മേഷമുള്ളതാവും. അതുപോലെ തന്നെ
മാതാവിനോ പിതാവിനോ ഒക്കെ രോഗാരിഷ്ടതകളോ അതുമൂലം ആശുപത്രി വാസമോ ചികിത്സാ ചെലവുകളൊക്കെ നിങ്ങൾക്ക് വഹിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. വ്യവസായശാലകളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്കാണെങ്കിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ അനുഭവയോഗ്യമായി വരുന്നൊരു വർഷമാണ്. പൊതുവിൽ നിങ്ങളുടെ അധിക ചെലവുകൾ ധാരാളമായിട്ടുണ്ടാകുന്നൊരു വർഷമാണ്. വരവും ചെലവും ടാലിയായി പോവുമെങ്കിലും ഒന്നും മാറ്റി വയ്ക്കാനുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കൂടുതൽ ധനം വരാനായിട്ട് മഹാലക്ഷ്മി പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അതിന് വേണ്ട തക്കതായിട്ടുള്ള ഏതെങ്കിലും മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. ക്ഷേത്ര ദർശനം തന്നെ അതിനൊരു ഇതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മുടെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ നന്നായിരിക്കും, കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2 മുതൽ വ്യാഴം 6-ലാണ്, ശനി 2-ലാണ്, രാഹു ജന്മത്തിലും. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമല്ല അവിട്ടം നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക വിഷമതകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുമെങ്കിലും അതൊക്കെ തരണം ചെയ്യാനായിട്ട് പല വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകളും സോഴ്സുകളൊക്കെ തുറന്നു വരുന്നതാണ്. ബന്ധു സമാഗമം, വസ്തു, വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം വന്നു ചേരുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുമെങ്കിലും ഇതൊക്കെ സാധിക്കുന്നതാണ്. യാത്രാക്ലേശവും സാമ്പത്തിക പരാധീനത മൂലം മനോവിഷമം ധാരാളം അനുഭവിക്കേണ്ടി വരുന്നത് വർഷമാണ്. കുടുംബത്തിൽ അന്തഛിദ്രം, അതായത് പരസ്പരം പങ്കാളികളുമായിട്ട് കലഹങ്ങളോ സന്താനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ചില അന്തഛിദ്രം വന്നു ചേരാം. അന്യദേശവാസം വന്നു ഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. രോഗാരിഷ്ടതകൾ വരാതെ നോക്കുന്നത് നന്നായിരിക്കും. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുള്ളവർ അതിനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാതെ അത് തീർക്കാനായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വ്യവഹാരത്തിൽ വിജയം നമുക്ക് അനുകൂലമാകുന്നതല്ല. വ്യവഹാരം വരാതെ നോക്കുന്നത് നന്നായിരിക്കും. പുതിയ പ്രവർത്തന രംഗം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം, തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിലിൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. വാഹന അപകടങ്ങൾക്കൊക്കെ യോഗം ഉള്ളത് കൊണ്ട് വാഹനം വളരെ ശ്രദ്ധിക്കുക. പ്രാർത്ഥനകളോടുകൂടി വാഹനം ഉപയോഗിക്കുന്നതൊക്കെ നന്നായിരിക്കും. സുഹൃത്തുക്കളുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ വിട്ട് വേറെ തൊഴിലിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുമെങ്കിലും തൊഴിൽ കിട്ടാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് പ്രവാസികളായിട്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ ഇടിപിടിയിൽ ജോലി കളയാതിരിക്കാൻ നോക്കുക. മേലധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ HR പോലെയുള്ള അധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ്. ഇവയൊക്കെ അനുഭവയോഗ്യമാണ് എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് ഈശ്വരാധീനം കൊണ്ടുമൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിച്ചു നിൽക്കുന്നത് 2026 വളരെ നന്നായിരിക്കും. തൊഴിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ പെട്ടെന്നൊരു തൊഴിൽ കിട്ടൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ കുറേ വർഷമായിട്ട് തൊഴിലുകളൊക്കെ ഇല്ലാതെ നഷ്ടപ്പെട്ട് പല കാര്യങ്ങളിലും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒന്നും രക്ഷപ്പെടാതിരിക്കുന്ന ആളുകളാണ് ചതയ നക്ഷത്രക്കാർ. വളരെ അപൂർവമായിട്ടുള്ളവർക്ക് മാത്രമേ കുറേ നേട്ടങ്ങളൊക്കെ ഈ കഴിഞ്ഞ 2025 നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ വരുന്ന 2026 ജൂൺ 2 മുതൽ വ്യാഴം നിങ്ങൾക്ക് 6-ലും ശനി 2-ലും രാഹു ജന്മത്തിലും കേതു 7-ലൂടെയാണ് ഗോചരം ചെയ്യുന്നത്. ജീവിതത്തിലെ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ വർഷം. എങ്കിലും വർഷത്തിൻ്റെ മധ്യപകുതിയിൽ ശക്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാകുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 2025 പുതിയ ബിസിനസ്സുകളും പുതിയ തലങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചുവെങ്കിലും വിചാരിച്ച തരത്തിലുള്ള സാമ്പത്തിക നേട്ടമൊന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പലതരത്തിലും നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കാനും പല നേട്ടങ്ങളും അതിൽ നിന്ന് നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചതയ നക്ഷത്രക്കാർക്ക്. എങ്കിലും ധാരാളം പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ട് വരുന്ന ഒരു വർഷം തന്നെയായിരുന്നു 2025. 26-ലേക്ക് കടക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി വരുന്നതാണ്. ഈശ്വരാരാധന കൊണ്ട് തന്നെ നിങ്ങൾക്ക്, പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും പുതിയ മിത്രങ്ങളും ഒക്കെ നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ്. പുതിയ കാര്യങ്ങളെയൊക്കെ കരുപിടിപ്പിക്കാനും പുതിയ തലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും കർമ്മരംഗം ഒരു ഉണർവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ്. ബിസിനസ്സുകാർക്ക് മറ്റുള്ളവരുടെ വിദഗ്ധ അഭിപ്രായം മൂലം ആരായുന്നതും അതുമൂലം നിങ്ങൾക്ക് പുതിയ തലമൊക്കെ കണ്ടുപിടിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്.
പൊതുവിൽ ജീവിതത്തിൽ മൊത്തമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഈ 2026 പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലുമൊക്കെ ധാരാളം മെൻ്റൽ സ്ട്രെസ്സ് ഉണ്ടാകുന്നതാണ്. 2 ശനി കർമ്മത്തിലെ ധനനാശവും സൗഖ്യഹാനി, ദേഹാരിഷ്ടത, എല്ലാ കാര്യത്തിലും ഒരു ശക്തിക്കുറവുമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിജിലൻ്റായിട്ട് കൊണ്ടുപോവുകയും സൗഹൃദങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തുന്നതും അതുപോലെ തന്നെ ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ടുള്ളവർ അതുമൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതുമൊക്കെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. പൂരോരുട്ടാതി കുംഭം രാശിയിലും മീനം രാശിയിലും പെടുന്ന പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ജൂൺ 2 മുതൽ വ്യാഴം 5-ലും ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലുമാണ്. ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം തന്നെയാണ്. ആത്മീയത വർദ്ധിക്കുന്ന കാലയളവാണ്. കാരണം ഇതുവരെ ഈശ്വരാധീനം ഇല്ലാതിരുന്നവർ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പല മാറ്റങ്ങളും വന്നു എന്ന് വിചാരിച്ച് സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കാലം തന്നെയാണ്. മാത്രമല്ല 5-ലെ വ്യാഴം എന്ന് പറയുന്നത് സ്പിരിച്വൽ വർധനവ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതാണ്. ആത്മീയത വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ തീർത്ഥയാത്രകളോ പുണ്യയാത്രകളോ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമയം കണ്ടെത്തുന്നതാണ്. പിതൃമോക്ഷത്തിനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുകയും അത് തുടങ്ങുകയും അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ്. സ്ഥാനഭ്രംശം, ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർ ആ തൊഴിൽ വിട്ട് വേറൊരു തൊഴിലിലേക്ക് പ്രവേശിക്കാനായിട്ട് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതാണ്. അധികാരികളുമായിട്ട് തൊഴിൽ രംഗത്തുള്ളവർ, കർമ്മരംഗത്ത് നിൽക്കുന്നവർ, ഉദ്യോഗത്തിലിരിക്കുന്നവർ നിങ്ങളുടെ അധികാരികളുമായിട്ട് അപ്രീതിക്ക് ഇടവരികയും അതുപോലെ അവരുമായിട്ട് ചില മനോവ്യത ഉണ്ടാകുന്നത് പോലെ തൊഴിലൊക്കെ നഷ്ടപ്പെടുത്തി തൊഴിലൊക്കെ കളഞ്ഞ് നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലൊക്കെ കളയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ചാടിക്കയറി ജോലി കളഞ്ഞിട്ട് തിരിച്ചു വന്ന് പെട്ടെന്നൊരു തൊഴിൽ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. കുടുംബസ്വത്ത് കൈവരിക്കുന്ന കാലമാണ്. പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളവർക്ക് അതിൽ നിന്ന് ആദായം ഉണ്ടാകുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാകാം. ശത്രുക്കൾ നിങ്ങളെ സാമ്പത്തികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലയളവാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വിദേശ യാത്രയിൽ നിങ്ങൾക്ക് ധനനഷ്ടം വരുമെങ്കിലും വിദേശത്ത് ചെന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷെ ഇവിടുന്ന് പോകാനായിട്ട് പല തടസ്സങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം. അതുകൊണ്ട് ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിവെക്കാനായിട്ട് പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ നിരന്തരമായിട്ട് ചെയ്യുക. ധനകാരകനും സന്താനകാരകനുമായ വ്യാഴത്തിൻ്റെ മാറ്റം ഗോചരം നിങ്ങൾക്ക് പല കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ്. സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കുന്നതാണ്. ആ സന്താനങ്ങൾ ലഭിക്കാനായിട്ട് സന്താന ഗോപാലം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ഇതിനു മുമ്പ് കൺസീവ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അബോർഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ട് കൂടുതലായിട്ട് നേട്ടങ്ങൾ വരാനായിട്ട് പ്രാർത്ഥനകൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുക, സന്താന ഗോപാലം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സന്താനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഗുണം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മീയതയും പ്രാർത്ഥനയും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്, മീനം രാശിയിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7-ര ശനിയുടെ കാലഘട്ടമാണ്. ശനി ജന്മത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2026 ജൂൺ 2 മുതൽ വ്യാഴം 5-ലാണ്, രാഹു 12-ലാണ്, കേതു 6-ലൂടെ സഞ്ചരിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു വർഷമാണ് 2025. ശനി അങ്ങനെയാണെങ്കിൽ പോലും എങ്കിലും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം ധാരാളം സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. വാഹനമാണെങ്കിലും വസ്തുവാണെങ്കിലും വാങ്ങുന്നതിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം. സ്പിരിച്വലായിട്ടുള്ള ചിന്തകളൊക്കെ പ്രവൃത്തികളൊക്കെ വർദ്ധിക്കുന്നതാണ്. ധാരാളമായിട്ട് സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് സന്താനയോഗം ഉണ്ടാകാം. പുണ്യയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ നടത്തേണ്ടി വരുന്നതാണ്. ശനിയുടെ സ്വാധീനം മൂലം ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനും അതിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനും സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ നിങ്ങൾ തീരുമാനിക്കും. എങ്കിലും ഒരുപാട് പണം വാരിക്കോരി ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കടം വാങ്ങിച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ദീർഘകാലമായിട്ടുള്ള ഗോൾസ് ആയതുകൊണ്ട് 5-6 വർഷം കഴിഞ്ഞായിരിക്കും നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയറിലെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. തൊഴിലിലെ സ്ഥാനഭ്രംശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശമ്പള വർധനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കാം. മനസ്സിനെയും ജീവിതത്തെയും പിടിച്ചുലയ്ക്കുന്ന പല മാറ്റങ്ങളും ചേഞ്ചസും നിങ്ങൾക്ക് വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാദികളിലൊക്കെ വിദ്യാഗുണം ഉണ്ടാകുന്നതാണ്. ജോലി കാത്തിരിക്കുന്നവർക്ക് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം ചെറുതാണെങ്കിലും ഉദ്യോഗം ലഭിക്കാം. ദീർഘദൂര യാത്രയും മറ്റും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കുടുംബസ്വത്ത് കൈവശം വരികയോ
പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാവുകയൊക്കെ ചെയ്യുന്ന വർഷമാണ്. മൊത്തത്തിൽ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഉള്ളവർക്ക് ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗോചരമൊക്കെ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ്. എങ്കിലും ഇതിൽ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കുക. നല്ല രീതിയിൽ മനസ്സിനെ സൽചിന്തകളിലൂടെ സഞ്ചരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. വിദേശത്തൊക്കെ വസിക്കുന്നവർ കിട്ടുന്ന സമയങ്ങൾ പ്രാർത്ഥനകളൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നതും, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ളവർ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മീനം രാശിയിൽ പെട്ടിട്ടുള്ള നക്ഷത്രക്കാർ ലഹരിയൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ യൂഷ്വലായിട്ട് ഈ ഒരു കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൂടുതൽ സമയം നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക. മാതാപിതാക്കൾക്ക് അരിഷ്ടതയുണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ അവരുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ നല്ലൊരു വർഷമായിട്ട് 2026 നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. മീനം രാശിയിൽപ്പെട്ട രേവതി നക്ഷത്രക്കാർ, 27 നക്ഷത്രത്തിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാർക്ക് ശനി എന്ന് പറയുന്നത് ജന്മത്തിലാണ്. 2026 ജൂൺ 2 മുതൽ വ്യാഴം 5-ലാണ്, രാഹു 12-ലാണ്, കേതു 6-ലുമാണ്. ദോഷാധിക്യമുള്ള കാലമാണ്. ശനിയുടെ ദോഷം കൊണ്ട് തന്നെ പല രംഗത്തും നിങ്ങൾക്ക് പല മത്സരങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതെ വരാം. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് പല രംഗത്തും പല പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരാം. വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സ്വത്തുക്കളുമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നേരിടാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തുക്കളൊക്കെ കൈവരുന്ന കാലമാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബവുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ സൗഹൃദത്തിൽ വർത്തിക്കുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാലമാണ്. കുടുംബ സൗഖ്യം ഐശ്വര്യമൊക്കെ ഈ വർഷം മധ്യത്തോടുകൂടി വന്നു ചേരുന്നതാണ്. നിങ്ങളുടേതല്ലാത്ത പല പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകൾ ഈ സാമ്പത്തിക ക്രയവിക്രയത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഭാവിയിൽ അനുഭവയോഗ്യമാകുന്നുണ്ട്. ഈ വർഷം മധ്യത്തോടുകൂടി ഷുഗർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുള്ളതിനാൽ ചികിത്സകളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്താം. രോഗം വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട്. മനോദുഃഖം, അലസത, ധനനഷ്ടം ഇവയൊക്കെ ധാരാളമായിട്ട് അനുഭവയോഗ്യമാകുന്ന വർഷമാണ്. അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ ഏകീകരിക്കുക, ക്രോഡീകരിക്കുക. അടക്കം ചിട്ടയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പ്രാർത്ഥനയും ക്ഷേത്ര ദർശനമൊക്കെ വെറുതെ അല്ല, നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നതാണ്. മഹാദേവന് കൂവളാർച്ചന, ഹനുമാന് വെറ്റിലമാല, അതുപോലെ തന്നെ നീരാഞ്ജനം, എള്ളുപായസം, ക്ഷേത്ര ദർശനം, അയ്യപ്പന് ക്ഷേത്ര ദർശനം, ശബരിമല ക്ഷേത്ര ദർശനം നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു ചന്ദ്രമാസക്കാലം വ്രതമെടുത്ത് ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ ദോഷാധിക്യങ്ങൾ കുറഞ്ഞ് ഗുണാധിക്യം ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. എന്തായാലും 2025 കഴിഞ്ഞ് 2026 നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് അനുഗ്രഹ ആശംസകളോടെ.